സച്ചിദാനന്ദ രൂപിണിയായ ചോറ്റാനിക്കരമ്മയുടെ തിരുസന്നിധിയിൽ നടന്നു വരുന്ന ഭാഗവത സബര്യ ഇന്ന് കൃഷ്ണാവതാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സജ്ജനങ്ങൾ ആദ്യം പറയാം കൃഷ്ണാവതാരം. തമത്ഭുതം ബാലകമംബുജേക്ഷണം, അത്ഭുത ബാലനായിട്ട് അവതരിച്ചുകൊണ്ട് എന്തെല്ലാം ലീലകളാടി ലോകത്തിനെ മുഴുവനും ഏത് കാലത്തിലേക്കും തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെക്കുറിച്ചാണ്, ആ സാന്ദ്രാനന്ദാവബോധത്തിനെ കുറിച്ചാണ് ഭാഗവതം ഇന്ന് ചർച്ച ചെയ്യണതൊക്കെ, ഇന്ന് നമ്മൾ സ്മരിക്കുന്നത്. ആ കൃഷ്ണാവതാരത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു ജീവൻ എല്ലാം ത്യജിച്ചു വന്നിട്ടാണ് ഗംഗാതീരത്ത് വന്നിരിക്കുന്നത്. ആരാണത്? പരീക്ഷിത്ത് അല്ലേ? പരീക്ഷീണനായിട്ട് വന്ന ഒരു ജീവൻ. നമ്മളൊക്കെ അങ്ങനെ തന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കണക്കിന് പുറത്തേക്ക് വന്ന് ഇത്രയും ആയി. ഇനി എന്ത് അറിയില്ല നമുക്ക്. ഭാഗവതം നമ്മളോട് ചോദിക്കണു, ഈ പരീക്ഷത്തിനെ പോലെ ഒരു അന്വേഷണ ത്വര നമുക്കുണ്ടോ? പരീക്ഷിച്ച് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ട കണ്ണനെ അന്ന് മോൾക്ക് അന്വേഷണം തുടങ്ങി. എവിടെ ആ നീലക്കല്ല്? ആ നീലക്കല്ലിനെ അന്വേഷിച്ചുള്ള ആ യാത്ര അവസാനം വന്നെത്തിയത് ശമീകൻ എന്നു പേരായ ഒരു പരമഗുരുനാഥൻ്റെ, ഒരു ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ മുമ്പിൽ. അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി മുന്നോട്ടൊരു യാത്ര വേണ്ട. കാട്ടിലിരുന്നു കൊണ്ട് ഈ മഹാത്മാ എത്രമാത്രം ബ്രഹ്മത്തിൽ ലയിച്ചിട്ടുണ്ടോ അതേപോലെ തനിക്കും ആവണം. ഓട്ടം നിർത്തണം എന്ന് അന്നേ തീരുമാനിച്ചു. പാമ്പിൻ്റെ ജഡം ഇട്ടത് കൊണ്ടല്ല, അത് ഒരു കാരണം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല കാരണം. പിന്നെന്താ? ആ സജ്ജനത്തിനെ കണ്ടെത്തിയ നിമിഷം മോൾക്ക് അദ്ദേഹത്തിന് തോന്നി, ഓട്ടം മതിയാക്കാം. ഇങ്ങനെ ഓടി ഓടി നടന്നാലൊന്നും കിട്ടില്ല ആ സത്യത്തിനെ. ആ കണ്ണനെ കാണാൻ എന്ത് വേണം? ഇതേപോലെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം. അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം വേഗം തന്നെ തൻ്റേതായിരിക്കുന്ന എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ ആ മമതകളെ മുഴുവനും മുറിച്ചു കളഞ്ഞു. നമുക്ക് പറ്റാത്ത ഒരു കാര്യം അത് മാത്രമാണ്. ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തതും ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു മയ്യാവേശ മനസ്സമ്യക് സമതൃക് വിജരസ്വഗാം. ഉദ്ധവന് പറഞ്ഞു കൊടുത്തത് ഭഗവാൻ അതാണ്. അഥവാ നിനക്ക് എന്നെ കിട്ടണമെന്ന് മോഹമുണ്ടോ? ഒരു കാര്യം ചെയ്തോളൂ. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു. ആരോടൊക്കെ നിനക്ക് സ്നേഹമുണ്ടോ അതിനെ കളഞ്ഞിട്ട് ആ പരമപ്രേമത്തിലേക്ക് വരൂ. ഗോപികമാരെ പോലെ പരമപ്രേമത്തിലേക്ക് നീ വരൂ. അപ്പം നിനക്ക് എന്നെ കിട്ടും എന്നാണ്. അത് ഭഗവാൻ ഉദ്ധവനോട് മാത്രമാണോ പറഞ്ഞത്? അല്ല, നമ്മളോടും കൂടിയാണ്. നമുക്കിപ്പോൾ എന്തായി? മമത ആരോടൊക്കെയാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഒഴിച്ച് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളോടും നമുക്ക് മമത കൂടി വരണം. ആ അറ്റാച്ച്മെൻ്റാണ് നമ്മളെ ഈശ്വരനിൽ നിന്നും അകറ്റി കൊണ്ടുപോണത്. അതാണ് ഭാഗവതം നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരിക. ഒന്നുമില്ലെങ്കിൽ കുന്തിയെ പോലെ ആവുക. ഒരു പ്രാകൃത ഭക്തത എന്ന് വേണമെങ്കിൽ കുന്തിയെ പറയാം. തൻ്റെ സഹോദരൻ്റെ പുത്രനായിട്ട് കണ്ട് ആ ഉണ്ണിയോടുള്ള എന്തെന്നില്ലാത്ത സ്നേഹം, ആ സ്നേഹവായ്പിൽ നിന്നിട്ടുള്ള ഒരു അതിമനോഹരമായിരിക്കുന്ന ഒരു സ്തുതിയാണ് ആദ്യം ഭാഗവതത്തിൽ നമുക്ക് കാണുക. അതേപോലെ ഒരു സ്തുതിയല്ല ഭീഷ്മരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാവമൊന്ന് മാറി. അദ്ദേഹം ദേവവ്രതനാണ്, മഹാതപസ്യായിട്ടുള്ള ആളാണ്, അറിവിൻ്റെ മഹാകാഷയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതി മധുപകൽപ്പിത വിതൃഷ്ണ ഭഗവതി സപ്തതപുങ്കവേ വിഭൂംനി സ്വസുകമുപഗതേ കുജിൽ വിഹർത്തും പ്രകൃതിയുപേയുഷി യൽ ഭവപ്രവാഹ. കുന്തിമാതാവ് പറഞ്ഞ പോലെ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ത്രിഭുവനകമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനെ വപുരളകുലാവൃദാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ. സകല ജീവരാശികളെയും നയിക്കുന്ന പാർത്ഥസാരഥിയെ അങ്ങ്. അതുകൊണ്ട് അവിടുന്ന് തന്നെയാണ് എൻ്റെ ശരണം. അപ്പോൾ രണ്ടുപേരുടെയും സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. അങ്ങനെ ഒരു പ്രാകൃതമായിരിക്കുന്ന സ്തുതിയിൽ നിന്ന് തുടങ്ങി പരീക്ഷത്തിനെ
ദാ അതെല്ലാം കേട്ട് വളർന്നതായിരിക്കുന്ന പരീക്ഷത്ത് ഇപ്പൊ എവിടെ വന്നെത്തി? ഭാഗവതന്റെ മുമ്പില് ഗംഗാതീരത്തിൽ വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് ഒന്ന് മാത്രം മതി. കൃഷ്ണാംഘ്രിസേവാമധിമന്യമാനാം ഉപാവിശൽ പ്രായമമർത്യ നദ്യാം. അമർത്യ നദിയായിരിക്കുന്ന ഗംഗയുടെ തീരത്ത് സകലതും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കൃഷ്ണാംഘ്രിസേവാമധിമന്യമാനാം കൃഷ്ണ ശരണം ത്വാം, അവിടത്തേതാ അടിയങ്ങൾ ശരണം ഭാവിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വീണപ്പോഴേക്കും അവിടെ താ പ്രായോപവേശം ചെയ്തിരുത്തപ്പോഴേക്കും ആയിരക്കണക്കിന് സജ്ജനങ്ങൾ മുമ്പിലേ വന്നിരുന്നു. എത്ര പുണ്യം ചെയ്തു ഭാഗവതം പറയാണ്. ഇതേപോലെ മരണാസന്നനായിരിക്കുന്ന ഒരാൾക്ക് സത്സംഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം എന്താ ഉള്ളത് അല്ലേ? അപ്പൊ നമുക്ക് പിന്നെ മതിയെന്നാണോ ചിന്ത? അതല്ല, നമുക്ക് എപ്പോഴും സത്സംഗം വേണം. കാരണം നമ്മളൊക്കെ ആരാണ്? എല്ലാം മരണാസന്നന്മാരാണ്. അടുത്ത നിമിഷത്തെ കാര്യം അറിയില്ലാത്ത നമുക്കൊക്കെ മരണാസന്നന്മാരായിരിക്കുന്ന നമ്മൾ സദാ എന്തിലേക്ക് പോകണം? സത്സംഗത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അതിനൊരവസരമാണ് ദാ ഈ മഹതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സത്സംഗത്തിലേക്ക് നമുക്ക് അല്പനേരമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുക, അത് തന്നെ മഹാപുണ്യം. ഇവിടെ ആ സത്സംഗത്തിലേക്ക് വന്നപ്പോഴേക്കും ആരാണ് തനിക്ക് കണ്ണനെ കാണിച്ചു തരുന്ന ആള്? അതിന് വന്നിരിക്കുന്ന ഋഷി പരമ്പരകൾക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാരണം അവർ പറഞ്ഞു, ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്കൊന്നും ആ കൃഷ്ണാനുഭവം വന്നിട്ടില്ല. കൃഷ്ണാനുഭവം വരാത്ത ഒരാൾക്ക് എങ്ങനെ കണ്ണനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? കണ്ടവർക്കല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോക്കിയിരിക്കാം. എല്ലാവരും കൂടി ഉറക്കനെ തിരുനാമം ജപിച്ചപ്പോ തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യഥാം മടമാനോനപേക്ഷ അലക്ഷലിംഗോ നിജലാപതുഷ ബാലൈ അവധൂതവേഷ. 8 തരത്തിലുള്ള അവധൂതന്മാരുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവത്തില് 16 വയസ്സ് പൂർണ്ണത ഭാവിച്ചതായിരിക്കുന്ന ഈശ്വരഭാവം തന്നെ മുമ്പിൽ ഗുരുവായിട്ട് വന്നു. ഭാഗവതം നമ്മളോട് പറയാം, ഭാഗവതം പഠിക്കണോ, കണ്ണനെ കാണണോ, നല്ലൊരു ഗുരു വേണം നമ്മളെ കൊണ്ടുപോവാൻ. ആ ഗുരു ആയിരിക്കണം ആരായിരിക്കണം? അത് ഗുരുവായൂരപ്പൻ തന്നെ ആയിക്കോട്ടെ, ചോറ്റാനിക്കരമ്മ ആയിക്കോട്ടെ, മഹാദേവനായിക്കോട്ടെ, അതിലും വലിയൊരു ഗുരുവിനെ കണ്ടെത്താനില്ല നമുക്ക്. അതുകൊണ്ട് ആ ഗുരുപാദങ്ങളിൽ തന്നെ പരിപൂർണ സമർപ്പണം ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടത് തോന്നിക്കണേ, എൻ്റെ അജ്ഞാനമാകുന്ന ഈ മായയെ കളഞ്ഞ് എനിക്ക് വേണ്ടതായിരിക്കുന്ന പ്രകാശം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരണാഗതി, ഗുരുപാദങ്ങളിൽ പരിപൂർണമായിരിക്കുന്ന ശരണാഗതി വേണം, ഗുരുവാക്യങ്ങളിൽ ശ്രദ്ധ വേണം. ഈ 2 കാര്യം നമുക്കുണ്ടെങ്കിൽ എവിടെ കിട്ടും? ഭഗവാനെ നമുക്ക് വളരെ വേഗത്തിൽ കിട്ടും. നമുക്കില്ലാണ്ട് പോയത് ഈ 2 കാര്യങ്ങളാണ്. നല്ലൊരു ഗുരുനാഥനെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ. നിരന്തരം പ്രാർത്ഥിക്കണം, ഗുരുവായൂരപ്പാ ഒന്ന് കാണിച്ചു തരുമോ ഒരു ഗുരുനാഥനെ. എന്നെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. അല്ലാത്തയിടത്തോളം കാലം ഈ ഭൗതികമായിരിക്കുന്ന ചുറ്റുപാടിൽ കിടന്നുകൊണ്ട് ദുരിതം അനുഭവിക്കാനല്ലാതെ കണ്ട് നമുക്കൊരിക്കലും ആ സച്ചിദാനന്ദ കട്ടയെ നമുക്ക് കിട്ടില്ല. ഇവിടെ ഭാഗവതം അനവധി കഥാപാത്രങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് വേദവ്യാസൻ അല്ലെങ്കിൽ ശ്രീശ്വബ്രഹ്മർഷി പറയാണ്, ഇതേപോലെ ശരണാഗതി അടഞ്ഞോളൂ. പ്രഹ്ലാദന്റെ കഥ ഇപ്പൊ പറഞ്ഞു വെച്ചുള്ളൂ അല്ലേ? പ്രകർഷേണ ഹ്ലാദം അനുഭവിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സത്സംഗം കിട്ടുക കാരണം ആ ഉണ്ണി പുറത്തേക്ക് വന്നപ്പോഴും മറ്റൊന്നിനെയും മോഹിച്ചില്ല. ത്വം വായും ത്വം അഗ്നിയും ത്വം അവനിയും ത്വം വ്യതമ്പുമാത്ര ത്വം പ്രാണേന്ദ്രിയാണി ഹൃദയം ചിതനുഗ്രഹശ്ച സർവം ത്വമേവ സർവം ത്വമേവ മമ നന്ദസൂനോ. കാണുന്നതെല്ലാം അവിടുന്നായിട്ട് കണ്ട് നമസ്കൃതി കർമ്മ പൂജ, നമസ്കരിക്കാനും പൂജിക്കാനും സാധിക്കണേ. ആ കൊച്ചുണ്ണിക്ക് അത് പറയാൻ സാധിച്ചു. നമ്മൾ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ ഭഗവാനോട്, കണ്ണാ ഈ കാണുന്നതെല്ലാം നീയായിട്ട് കണ്ട് നിന്റെ വിഭൂതിയായിട്ട് കണ്ട് ഒന്ന് നമസ്കരിക്കാൻ, ഒന്ന് പൂജിക്കാൻ അതിനൊരു മനസ്സ് തരണേ? നമ്മൾ പറയാറില്ല. നമ്മുടെ മനസ്സങ്ങനെ ചുരുങ്ങി വല്ലാണ്ട് ആയിട്ട് ഇപ്പം എന്തായി? ഈ വിഗ്രഹം ആണ് ഈശ്വരൻ, അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് അതിൽ കുടുങ്ങി കിടക്കുകയാണ്. അതിൽ നിന്നൊന്ന് മാറുമ്പോഴാണ് ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ വിഭൂതിയായിട്ട് നമുക്ക് തോന്നുക. അപ്പോഴാണ് സർവം ഈശ്വരമയം, സർവം വിഷ്ണുമയം ജഗൽ എന്ന ആ ഭാവത്തിലേക്ക് നമ്മൾ ഉയരുക. ആ ഉയർത്തുന്നതാണ് ഭാഗവതം. അതാണ് ഭാഗവതന്റെ മഹിമ.
എങ്ങനെയോ താഴെ തട്ടി കിടക്കുന്ന നമ്മളെ ഉയർത്തി 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 സർവം വിഷ്ണുമയം ജഗൽ ആത്മാവാസ്യമിതം സർവം അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതാണ് അഷ്ടമസ്കന്ധത്തിൻ്റെ പ്രത്യേകതയും. ആ ഒരു ശ്ലോകത്തിനെയാണ് അഷ്ടമസ്കന്ധത്തിൽ ആദ്യം മുതൽക്ക് അവസാനം വരെ ഈ 4 കഥകളാണ് അഷ്ടമസ്കന്ധത്തിൽ. ആ 4 കഥകളെ കൊണ്ട് താഴെ തട്ടിക്കിടക്കുന്ന ഒരു ജീവൻ ഉയർന്നുയർന്ന് പടിപടിയായിട്ട് ഉയർന്ന് എവിടെ എത്തണം? ഈശാവാസ്യമിതം സർവം, ആത്മാവാസ്യമിതം സർവം എന്ന ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന ആ തലത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് 4 കഥകളെ കൊണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാനൊന്നും പറ്റിയിട്ടല്ല കേട്ടോ. 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റിയ വിഷയമല്ല. അത് കൂടെ ഒന്ന് കടന്നു പോകാനേ പറ്റുള്ളൂ. ഇതിന് തന്നെ സമയം തീരും. എത്ര നേരം പറഞ്ഞാലും എവിടെ എത്തിയാലും നമുക്ക് മതി വരില്ല. സദയ ഭാഗവതൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം. രസമായിട്ട് ആലയം ചെയ്യണം. ആലയം ഉണ്ടാവണം. ലയിച്ചാൽ പോരാ, ആലയം വേണം. അത് നല്ല രസമായിട്ട് കുടിക്കണം. ആ കുടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ ഇതിലേക്ക് തന്നെ വരണം. അപ്പോഴേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ നമ്മുടെ കാലക്കേട് കൊണ്ട് നമ്മുടെ ആ കർമ്മഫലം നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണ്ടാത്ത വഴികളിൽ കൂടിയൊക്കെ പോകും. അതുകൊണ്ട് ഭഗവാന്റെ പാദത്തിലേക്ക് ഭാഗവതത്തിലേക്ക് നമുക്ക് ശ്രദ്ധയില്ലാണ്ട് വരണം. അതുകൊണ്ട് എത്രയോ കാലം ഭാഗവതം വായിച്ചിട്ടും സത്രങ്ങൾ നടന്നിട്ടും എന്തൊക്കെ നടക്കണു ലോകത്തിലല്ലേ? സത്രം എന്താ 3-4 അടുപ്പിച്ചടുപ്പിച്ച് വരികയാണ്. എല്ലാത്തിനും ഓടണം. എവിടെയൊക്കെ പോയാലും എന്തേ ഗുണം? ഓടിപ്പോവാന്ന് മാത്രമല്ലാതെ കൊണ്ട് നമുക്ക് വേണ്ട മാതിരി ആ ഭാഗവതത്തിനെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണില്ല. അതുകൊണ്ടാണ് ഇവിടെ അഷ്ടമസ്കന്ധത്തിൽ ആദ്യം തന്നെ സദാചാരങ്ങളെ കുറിച്ചാണ് പറയേണ്ടായത്. സത്തുക്കള് ആചരിച്ചതായിരിക്കുന്ന ധർമ്മം അത് തന്നെ സദാചാരം. മനുക്കള് അവരെല്ലാവരും ഓരോ മനുവും 14 മനുക്കളും ഓരോ മനുവും സ്വയമേവ തൻ്റെ ധർമ്മങ്ങള് അതാത് കാലത്തെ ജനങ്ങള് ഏത് തരത്തില് ജീവിക്കണം അവർക്ക് വേണ്ടതായിരിക്കുന്ന ധർമ്മത്തിന് ഉപദേശിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. പിന്നെയോ പ്രവൃത്തി മാർഗത്തിൽ കാണിച്ചു കൊടുത്തു. നമുക്ക് ഉപദേശിക്കാനേ അറിയുള്ളൂ. നമുക്കിതുപോലെ ഇന്ന് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഉപദേശിക്കാൻ, നിങ്ങളെങ്ങനെ ആവണം, ഞാൻ അങ്ങനെ ആവില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കാൻ നമുക്ക് മിടുക്കുണ്ട്. പക്ഷേ മനുക്കളൊക്കെ എങ്ങനെയായിരുന്നു? 14 മനുക്കളും അവർ ഉപദേശിക്കാനല്ല നിന്നത്. പിന്നെയോ സ്വയമേവ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതേ രൂപത്തിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? ആ ശ്രേയസിൻ്റെ മാർഗം നിങ്ങളുടെ മുമ്പിൽ തുറന്നു നിൽക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് ചിത്തേ ച കൃഷ്ണ, നയനേ ച കൃഷ്ണ, വക്ത്രേ ച കൃഷ്ണ, ഹസ്തേ ച കൃഷ്ണ, സകലേ ച കൃഷ്ണ. എന്തിലും വാക്കിലും നോട്ടത്തിലും നാവിലും എന്ന് വേണ്ട, മനസ്സിലും കയ്യിലും കാലിലും എവിടെയും ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ സദ്ധർമ്മം അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ വഴിയിൽ കൂടി സദാചാരത്തിൽ കൂടി നമുക്ക് പോകാൻ സാധിക്കണം. ഇത് ദൈവാധീനം കൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ടേക്ക് പോരണം. ഇവിടെ നമുക്ക് ഭാഗവതം 14 മനുക്കളെ കുറിച്ച് പറഞ്ഞു. അതിൽ 4ാമത്തെ മനു ആയിരിക്കുന്ന താമസ മന്വന്തരത്തിലാണ് ഗജേന്ദ്രനെ രക്ഷിച്ചു എന്നങ്ങനെ ചുരുക്കിയിട്ട് 2 ശ്ലോകങ്ങളെ കൊണ്ട് ശ്രീശ്വബ്രഹ്മർഷി വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? എല്ലാ കഥകളും ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ചുരുക്കിയിട്ടാണ് പറയാം. ദേവി ഭാഗവതത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എല്ലാം വിസ്തരിച്ച് തന്നെ ഇരുന്നോളൂ, പറഞ്ഞു തരാം എന്നുള്ള മട്ടാണ്. ഇവിടെ അങ്ങനെ പറ്റില്ല. ഭാഗവതം എങ്ങനെയുള്ളതൊക്കെ കേൾക്കാൻ പാടുള്ളൂ? നല്ല ശ്രദ്ധയും ഭക്തിയും കേൾക്കാനുള്ള മോഹം ഉണ്ടാവണം. ആ മോഹമുള്ളവർക്കേ ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അത് കൊടുക്കണമെങ്കിൽ തന്നെ ഒരല്പമായിട്ടൊന്ന് കൊടുക്കും. എന്നിട്ട് എത്രമാത്രം അതിൽ ശ്രദ്ധ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് അതിനെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെയും ആദ്യം തന്നെ പറഞ്ഞു തത്രാപിജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേഹൃതോയേന ഗജേന്ദ്രോ മോചിതോ ഗ്രഹാൽ. ഹരിണീയുടെയും ഹരിമേധസിൻ്റെയും പുത്രഭാവത്തിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചുകൊണ്ട് ഒരു ഗജേന്ദ്രനെ ഉയർത്തുകയുണ്ടായി. ഇത് ചുരുക്കിയിട്ട് അങ്ങനെ പറയുകയാണ്. നമ്മുടെ ആരെയാണ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ഉയർത്താനൊന്നുമില്ല അല്ലേ? ഇപ്പം തന്നെ നമ്മൾ ഉയർന്നായിരിക്കുന്നത്. ശരീരമല്ല ഉയരേണ്ടത്. പിന്നെ എന്താണ്? മനസ്സിനെയാണ് ഉയർത്തേണ്ടത്. എപ്പോഴും അടിയിലേക്ക് പോകുന്ന വസ്തു എന്താണ്? രസാതലത്തിലേക്ക് പോകാൻ നമ്മുടെ മനസ്സാണ്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കേട്ടു വരാഹ അവതാരം അല്ലേ?
വരാഹാവതാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഭൂമിയെ, കേവലം ഒരു ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ഭഗവാൻ വരാഹാവതാരം എടുക്കേണ്ടി വരില്ല. പക്ഷെ നമ്മുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ വരാഹം തന്നെ വരണം, എന്നാൽ തന്നെ ഇതിനെ ഉയർത്താൻ പറ്റുള്ളൂ. കാരണം ഒരു ഭൂമിയെ പോലും ഉയർത്താൻ സാധിക്കും. നമ്മുടെ മനസ്സങ്ങനെയല്ല. അത്രമാത്രം രസാതലത്തില് ഇന്ദ്രിയ രസങ്ങളുടെ പിന്നാലെ അടിപ്പെട്ട് പോയി കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല സ്ഥാനം നിർത്തണമെങ്കിൽ ഭഗവാൻ അത്രയും ശക്തിയായിരിക്കുന്ന തേറ്റയും കൊണ്ട് വന്നിട്ട് വേണം അതിനെ കുത്തി പൊക്കിയെടുക്കാൻ, അല്ലേ? ഇന്നലെ വന്നു നരസിംഹാവതാരം. എന്തിനാ നരസിംഹാവതാരം വന്നത്? കൂർത്ത നഖങ്ങളുമായിട്ട് എന്തിനാ ഭഗവാൻ വന്നതെന്നറിയോ? നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ജന്മജന്മാന്തരങ്ങളിൽ അടിഞ്ഞുകൂടി കിടന്നിരിക്കുന്ന തമസ്സുണ്ടത്ര. ആ തമസ്സിനെ വെറുതെ ഒന്നും തോണ്ടിയാൽ, നഖം കൊണ്ട് തോണ്ടിയാൽ കിട്ടില്ല. കൂർത്ത നഖങ്ങളെ കൊണ്ട് മാന്തി പറിച്ച് അതിനെ ദൂരെ കളഞ്ഞിട്ട് ശുദ്ധമായിരിക്കുന്ന മനസ്സിൽ വേണം. ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശതേ. ആ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് വേണം ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ ഓടി വരാൻ. VIP വരാൻ പോവാണ് ഇന്ന് വൈകുന്നേരം, അല്ലേ? ആ VIPയെ എഴുതിലേക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അതിന് പാകത്തിന് ഒന്ന് പവിത്രമാക്കാനുണ്ട്. അതിനാ ഇന്നലെ നരസിംഹമൂർത്തിയായിട്ട് ആദ്യം തന്നെ ഓടി വന്നു. ഞാൻ തന്നെ ശരിയാക്കാം, എന്നാലേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റില്ല എന്നാണ്. ഇതൊരു കാരുണ്യ ഗുരുവായൂരപ്പൻ്റെ, അല്ലേ? അപ്പോൾ അവിടുന്ന് തന്നെ ഓടി വന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള സകല അഴുക്കിനെയും മാന്തിക്കളഞ്ഞ് ശുദ്ധമാക്കിയിട്ട് വേണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ. ഇനി ശ്രദ്ധ മാത്രം മതി. ഭാഗവതത്തിലേക്ക് ഇതാ ഈ അഷ്ടമസ്കന്ധം കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ നമുക്ക് അപ്പ കേൾക്കാം. കാൽച്ചിലമ്പൊച്ച കേൾക്കുന്നു കണ്ണ വഞ്ചിക്കാതിങ്ങു വന്നാലും കിങ്ങിണി കിളുങ്ങുന്നതും കേൾക്കാം എങ്ങീവൻ നിൽപ്പൂ മൽക്കണ്ണൻ. വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും പണി വർണ്ണ നീ വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും കുഞ്ഞി പൈതലേ. അതിനാണ് അഷ്ടമസ്കന്ധം ആദ്യം തന്നെ പറഞ്ഞു വെച്ച. എന്തിനാണെന്നറിയോ? നമ്മളതിനെ ആദ്യമേ തിരിച്ചറിയണം. ആ സത്യവസ്തു കുഞ്ഞിക്കാലുമായിട്ട് ഓടി വരേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്ക്. അതിനുവേണ്ടി ഇവിടെ ആദ്യം തന്നെ ഇന്ദ്രദ്യുമ്നനെ കുറിച്ച് പറഞ്ഞു. ആത്മജ്ഞാനത്തിൻ്റെ ശക്തി അതെത്ര വലിപ്പമുള്ളതാണെന്ന് ഗജേന്ദ്രമോക്ഷം കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഗജേന്ദ്രമോക്ഷം പറയണമെങ്കിൽ 2 മണിക്കൂർ വേണം കേട്ടോ. അതുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം പറഞ്ഞ രാജേച്ചി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചുരുക്കിയിട്ട് നമുക്ക് കടന്നു പോകണം, അല്ലെങ്കിൽ ഇന്ന് കൃഷ്ണാവതാരം ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം തന്നെ ബാക്കിലാണ് നമ്മൾ. അപ്പോൾ ആ ആത്മശക്തി അത് നമുക്ക് നേടണം. ആത്മജ്ഞാനമാകുന്ന ശക്തി നമുക്കുണ്ടാവണം. അത് നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടാവുക? അത് നല്ലൊരു ഗുരുനാഥൻ്റെ കൃപ കൊണ്ടാണ്. ഗുരുനാഥനല്ല നമുക്ക് ജ്ഞാനം തരിക. ഗുരുനാഥൻ പുറമേ നിന്ന് പറയാനേ പറ്റുള്ളൂ. സ്വയമേവ ഉള്ളില് നമുക്ക് തോന്നണം, അല്ലേ? ഉള്ളിൽ കയറി ഗുരുനാഥനൊന്നും ചെയ്യാൻ പറ്റില്ല. പുറമേ നിന്ന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഉള്ളാലെ സ്വയമേവ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ട് ഉദ്ധരയിൽ ആത്മനാത്മാനം നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിക്കണം. അതിവിടെ ഭംഗിയായിട്ട് കാണിച്ചു തരികയാണ്. അതിനാണ് ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായിരിക്കുന്ന ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞത്. ഇന്ദ്രിയങ്ങളാൽ ദ്യുമ്നമായിരിക്കുന്ന പ്രകാശിക്കുന്നതായിരിക്കുന്ന ഒരു ജീവൻ. ആ ജീവന് എന്തു പറ്റി? ബ്രഹ്മനിഷ്ഠനാവേണ്ടതിന് പകരം അദ്ദേഹം കർമ്മനിഷ്ഠനായി മാറി. നമ്മളെപ്പോലെ തന്നെയാണ്. ഓരോ കഥയും നമ്മുടെ കഥ തന്നെയാണ് പറയാം. എന്തൊന്നാണോ നമ്മൾ ജീവിതം കൊണ്ട് നേടേണ്ടത്, എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്ന അറിയില്ല. ആ ജീവിച്ചിരിക്കുന്ന സമയം നമ്മൾ എങ്ങനെയായിരിക്കണം? ഏറ്റവും ആനന്ദം അനുഭവിക്കണം, അല്ലേ? ആനന്ദത്തോടു കൂടി ജീവിക്കണം. സായിബാബ സ്വാമികൾ പറയും, ആനന്ദത്തിൽ ജനിക്കൂ, ആനന്ദത്തിൽ ജീവിക്കൂ എന്നാണ്. ആനന്ദത്തിൽ പൊക്കോളാനും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സദാ നമുക്ക് വേണ്ടത് സ്ഥായിയായിരിക്കുന്ന ഭാവം ആനന്ദമാണ്. ആ ആനന്ദം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബ്രഹ്മനിഷ്ഠനായിട്ട് തീരണം. ബ്രഹ്മമാകുന്ന ഈശ്വരനിൽ മനസ്സുറപ്പിക്കുമ്പോഴാണ് പരിപൂർണ സച്ചിദാനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. പക്ഷെ നമ്മുടെ മനസ്സെന്ത് ചെയ്യണു? കർമ്മനിഷ്ഠമായിട്ട് മാറി. കർമ്മങ്ങളിൽ കുടുങ്ങി എന്തായി? വീണ്ടും കീഴ്പോട്ടേക്ക് ഇനിയും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥയാണ്. നമ്മൾ തന്നെ കർമ്മങ്ങളെ കൊണ്ട് വീണ്ടും കെട്ടുകളായതു
കർമ്മം മനുജനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫലഭൂക്തിയാത്തീരും കെട്ടായിനിയും നാരായണ ജയ. ഇങ്ങനെയാണ് കർമ്മം. കർമ്മങ്ങൾ എപ്പോഴും നമ്മളെ വീണ്ടും വീണ്ടും കുടിക്കിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും ജന്മമരണങ്ങളാകുന്ന ഈ സംസാരത്തിലിട്ട് നമ്മളിങ്ങനെ വളച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിന്നൊന്ന് കരകയറണ്ടേ? അതിന് ശ്രമിക്കാതെ കണ്ട് കർമ്മനിഷ്ഠനായിട്ട് ഒരിടത്ത് പോയിട്ട് അദ്ദേഹം കണ്ണടച്ചിരുന്നു. കണ്ണടച്ചിരുന്നാൽ കിട്ടുമോ ഭഗവാനെ? കിട്ടുമൊന്നുമില്ല. കണ്ണടച്ചോണ്ടോ എന്തൊക്കെ അടച്ചു പിടിച്ചാലും ഒന്നും കിട്ടുന്ന സാധനം അല്ലാതെ ഓരോരുത്തര് യാഗങ്ങളും യോഗങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഭാഗവതം തന്നെ മഹാത്മ്യത്തിലെ പറയണു, തപസ് കൊണ്ടോ യാഗം കൊണ്ടോ യോഗം കൊണ്ടോ ഒന്നും ഈശ്വരനെ കിട്ടില്ല. അതിനെന്ത് വേണം? ഏകാന്തമായിരിക്കുന്ന ഒരു മനസ്സോടുകൂടി, ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി ഭഗവാനെ വിളിക്കണം. കർമ്മങ്ങളിൽ പെട്ടുപോയാൽ എന്തിൻ്റെ കാണും? അയ്യോ, അത് വിളക്ക് കെട്ടൂലോ, അത് നേദ്യത്തിന് സാധനങ്ങൾ എത്തിയില്ലല്ലോ, പൂത്തിരി കുറഞ്ഞു പോയാലും ഇതിലൊക്കെയാണ് നമുക്ക് ശ്രദ്ധ വരിക. അപ്പം നമുക്ക് എവിടെ പോയി? മനസ്സ് ഭഗവാനിൽ നിന്ന് വിട്ടുപോകും. കർമ്മത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്, അതിനൊരിക്കലും പൂർണ്ണതയില്ല. നമുക്ക് ആനന്ദം തരാനും പറ്റില്ല. എത്ര കർമ്മം നന്നായിട്ട് ചെയ്താലും എന്തോ മനസ്സിന് അത്ര ഇങ്ങോട്ട് തൃപ്തിയായില്ല എന്ന് പറയും. പക്ഷെ ഭക്തിയാണെങ്കിലോ അതെന്നും പൂർണ്ണത മാത്രമേ ഉള്ളൂ. ആ ഭക്തി നേടേണ്ടതിന് പകരം കർമ്മനിഷ്ഠനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ കണ്ണടച്ച ഒരിടത്ത് പോയിരുന്നു. അവിടേക്ക് വന്നതായിരിക്കുന്ന ഗുരുനാഥന് വേഗം പിടികിട്ടി. കാരണം വന്നു നോക്കിയപ്പോഴേ മനസ്സിലായി ഇയാൾ എന്തിനപ്പം ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത്. കണ്ണടച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അകത്ത് വരുമോ ഭഗവാനെ? അത് കാണില്ല. നമുക്ക് വേണ്ട ആ കണ്ണടപ്പ് എങ്ങനെയായിരിക്കണം? മായികമായ പുറംകണ്ണടച്ചിട്ടു ഉൾക്കണ്ണു വേഗം തൂഹന്നു നോക്കൂ, എല്ലാവർക്കും ആത്മാവായി ഉള്ളിൽ വിളങ്ങുന്ന ഉണ്ണി ശ്രീകൃഷ്ണനെ കാണാം കണ്ണേ. ഈ മായികമായിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ വിട്ടുകളയണം. അപ്പോഴാണ് നമുക്ക് ഉൾക്കണ്ണ് തുറക്കുക. അപ്പോഴേ നമ്മൾ ആരെ കാണുള്ളൂ? നമ്മുടെ ഉള്ളില് നമ്മളായിട്ടിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പുറമിലേക്ക് നോക്കിക്കൊണ്ടാണ്. ഈ ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളെ കണ്ടുകൊണ്ട് അതിനെന്തെന്നൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യണം. നാമം ജപിക്കണതും ഭാഗവതം വായിക്കണതും എല്ലാം ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നമ്മുടെ സ്വരൂപമായിരിക്കുന്ന ഇന്ദ്രദ്യുമ്നും എന്തോ നേടും എന്ന് വിചാരിച്ചായിരുന്നത്. പക്ഷേ ഗുരുനാഥൻ ചില്ലറക്കാരനല്ല, അദ്ദേഹം അഗസ്ത്യനാണ്. അകത്തിൻ്റെ ആ അഹങ്കാരം കളഞ്ഞവനാണ് അഗസ്ത്യൻ. അകത്തെന്ന് പറഞ്ഞാൽ എന്താണ്? വിന്ധ്യാചലത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ദേവി ഭാഗവതം അല്ലേ? ആ വിന്ധ്യാചലത്തിൻ്റെ അഹങ്കാരത്തിനെ കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അഗസ്ത്യൻ എന്ന് പേര് വന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, കുംഭസംഭവനായിരിക്കുന്ന അദ്ദേഹം അറിവിൻ്റെ മഹാസമുദ്രം. അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്തിരിക്കണു? വന്നു നോക്കിയപ്പോൾ തൻ്റെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുന്നത്. പക്ഷെ പ്രയോജനമൊന്നുമില്ല. മനസ്സിൽ ഒരു ഗുരുനാഥൻ എപ്പോഴും, പണ്ടുള്ള ഗുരുനാഥന്മാർ എന്ത് ചെയ്യും? തൻ്റെ ശിഷ്യനെ തന്നോളം അല്ല തന്നേക്കാൾ ഉയർത്താൻ ശ്രമിക്കും. ഇന്നത്തെ ഗുരുനാഥന്മാരെ പോലെയല്ല. ഏതൊരു തന്നെ ആശ്രയിച്ചതായിരിക്കുന്ന ഒരു ശിഷ്യന്റെ ഉള്ളിലുള്ള അവിദ്യയെ പരിപൂർണമായിട്ട് എടുത്തു കളഞ്ഞിട്ട് വേണം ആ പൂർണ്ണതയെ നൽകാൻ. അന്നത്തെ ഗുരുനാഥന്മാർ അതായിരുന്നു. അതാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയായിരുന്നു അല്ലേ? കണ്ണനൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയ ആൾക്കാരാണ്. എന്തുകൊണ്ടാ? ചെല്ലുമ്പോൾ തന്നെ വന്നിരിക്കൂ, ഞാൻ പഠിപ്പിച്ചു തരാമെന്നല്ല പറയാ. ആ വിറകൊക്കെ കീറിക്കോളൂ, മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരണം, പാത്രം കഴുകണം, എന്തെല്ലാം പണികളാണെന്നൊക്കെ ഗുരുനാഥന്മാർ കൊടുക്കുക അല്ലേ? ഇങ്ങനെ കൊടുത്ത് മനസ്സിന് നല്ല പദം വരണം, നന്നായിട്ട് പാകത വരണം. പാകത വന്ന മനസ്സിലേക്ക് എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ഈ ബ്രഹ്മവിദ്യ കൊടുക്കാൻ പാടുള്ളൂ. ഉപദേശം കൊടുക്കണമെങ്കിൽ, ജ്ഞാനത്തിനെ കൊടുക്കണമെങ്കിൽ പാകത വരണം മനസ്സിന്. പാകത വരാത്ത മനസ്സിന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അന്നത്തുള്ള ഗുരുനാഥന്മാര് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് എവിടെ നിൽക്കണു എന്നൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എത്രയോ ദൂരെയാണ്. ഇവിടെയും ആ അഗസ്ത്യ മഹർഷി വന്ന് നോക്കിയപ്പോൾ മനസ്സിലായി കണ്ണടച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളില് ഏതൊരു സത്യത്തിനെയാണോ ദർശിക്കേണ്ടത് അതില്ലാതെ കണ്ട് വെറുതെ മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കണു. നമ്മളൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇരിക്കും, കണ്ണടച്ചൊക്കെ ഇരിക്കണുണ്ടായില്ല. ചില ആളുകൾ അങ്ങനെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിലേക്ക് നോക്കിയാലാണ് ഉള്ളിൽ വേറെ എന്തൊക്കെയാണ്. കാരണം അത്ര നേരം തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചിന്തകൾ അതിൽ കണ്ട സാധനമൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് പിന്നെ ഓടി ചെന്ന് ചോറ്റാനിക്കരവണ മുമ്പിൽ പോയിട്ട് കണ്ണടച്ചിരുന്നാൽ അമ്മയെ കിട്ടുമെന്ന് നമുക്ക്
അത് കിട്ടാൻ പോണില്ല അല്ലേ? കാരണം അത്രയും നേരം ഏതൊരു വസ്തുവിനെയൊക്കെയാണോ നമ്മൾ കണ്ടിരിക്കുന്നത് അതാ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുക, നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാതാണ്. ഇപ്പൊ കണ്ണടച്ചിരുന്നാൽ അതൊക്കെ പോയി തീരാതെ കണ്ട് എങ്ങനെയാ ആ സാധനത്തിനെ കിട്ടാൻ? നമുക്ക് ആ സത്യവസ്തുവിനെ നമുക്ക് കിട്ടണമെങ്കിൽ ഉള്ളിലുള്ള സകലതും ഇല്ലാതെ കണ്ടായിത്തീരണം, നിർവിഷയം മന. അപ്പോ അതിനെന്തേ വേണ്ടത്? ഏകാഗ്രമാകണം. ആരോടൊക്കെ ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകണം. ഒന്നിനെക്കുറിച്ചും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ കണ്ടായിത്തീരണം. ഞാൻ ഇന്നതാണ്, ഞാൻ ചക്രവർത്തിയാണ്, രാജാവാണ്, ഞാൻ അതാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ ആ അഹങ്കാരം പോലും പോയി മറയണം അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ആചാര്യൻ എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുക, ഒരു കുന്തമല്ല എന്നർത്ഥം. കാരണം ആചാര്യനാവണമെങ്കിൽ എന്ത് വേണം? ആ ഒരു പേര് പറയണത് പോലും ഇല്ലാണ്ടേ ആവണം. അപ്പോൾ അതുപോലും നമുക്ക് അഹങ്കാരത്തിന്റെ ഭാവമാണ്. ഈ അഹങ്കാരം പരിപൂർണമായിട്ട് നശിക്കുമ്പോഴാണ് നമുക്ക് ആത്മസ്വരൂപത്തിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആ ഗുരുനാഥൻ നോക്കിയപ്പോൾ പറഞ്ഞു, നിന്റെ ഉള്ളില് ധാരാളം അജ്ഞാനം കട്ട പിടിച്ചു കിടക്കണു അത്രേ. അതുകൊണ്ട് നീ അജ്ഞാനത്തിന്റെ സ്വരൂപമാകുന്ന ആനയാവട്ടെ. ഒരനുഗ്രഹം. സന്തോഷമായി ആ ഇന്ദ്രദ്യുമ്നന്. കാരണം ഏതൊരു ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടാണോ എൻ്റെ അജ്ഞാനത്തിനെ കളഞ്ഞ് എനിക്ക് ശരിയായിരിക്കുന്ന ജ്ഞാനപ്രാപ്തി കിട്ടുമെങ്കിൽ, ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരങ്കിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ എന്ത് കഷ്ടത അനുഭവിക്കാനും ഞാൻ തയ്യാറാണ് എന്നുള്ള മട്ടില് അദ്ദേഹം ആ ഗുരുനാഥന്റെ അനുഗ്രഹം വാങ്ങിച്ചു. അതോടുകൂടി നല്ലൊരു ഗുരുനാഥൻ, അനുഭവസ്ഥനായിരിക്കുന്ന, ഈശ്വരനെ കണ്ടതായിരിക്കുന്ന, ഈശ്വരാനുഭാവത്തിൽ തന്നെ അനുഭവത്തിൽ തന്നെ കഴിയുന്ന ഗുരുനാഥന്റെ കൃപ കൊണ്ട് എന്തുണ്ടായി? ഇന്ദ്രദ്യുമ്നന് ആനയായിട്ട് ജനിച്ചെങ്കിലും ശ്രീശോബ്രഹ്മർഷി പറയാം, സപ്തബുദ്ധി എന്നാണ് ആനയ്ക്ക് പേര് പറയാം. ബുദ്ധി വേണ്ട മാതിരി ഒന്നും പ്രയോഗിക്കില്ല, ചില സമയത്ത് അങ്ങനെ നിൽക്കും. അതേപോലെ തന്നെയാണ് നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. വേണ്ട സമയത്ത് വേണ്ടത് പ്രവർത്തിക്കാണ്ട് അങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ള സപ്തബുദ്ധിയായിട്ടുള്ള ആനയായിട്ട് മാറി. ഇപ്പൊ എന്തായി? ആ ത്രികൂടം എന്ന് പേരായിരിക്കുന്ന വെള്ളിയും ഇരുമ്പും അതേപോലെ ചെമ്പും നിറഞ്ഞതായിരിക്കുന്ന വലുതായിരിക്കുന്ന ഒരു ത്രികൂട പർവ്വതത്തില് ചെന്നുപെട്ടു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ആനകളുടെ മുഴുവനും നേതാവായിട്ട് മാറി. അന്ന് രാജാവായിരുന്നെങ്കിൽ കാട്ടിൽ വന്നപ്പോഴും രാജാവ് തന്നെയായി. അതൊക്കെ ഗുരുനാഥന്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. എവിടെ ചെന്നാലും ഒരു നേതൃസ്ഥാനം കിട്ടുക അല്ലേ? അതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നർത്ഥം. നേതൃത്വ സ്ഥാനത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും പറ്റില്ല. ആ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അത് മറക്കും നമ്മൾ പലപ്പോഴും. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ വിചാരം എന്താണ്? എൻ്റെ മിടുക്കൊണ്ടപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്ന് തോന്നും. ആ തോന്നലാണ് നമുക്ക് ദോഷം ചെയ്യാം. എന്നെ ഇവിടെ കൊണ്ടിരുത്തിയത് ആരാണ്? അത് ഭഗവാന്റെ മഹാകൃപയാണ് എന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഉള്ളിലെ ആ അഹങ്കാരം ഇല്ലാതെ കണ്ടായാൽ നമുക്കതുകൊണ്ട് ഗുണം ചെയ്യുന്നർത്ഥം. ഇവിടെയും രാജാവായിട്ട് തന്നെ ഭഗവാൻ ആ ഗജേന്ദ്രനെ ഉയർത്തി. എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ല. കൃപണാ അജമായ ശ്രീശോബ്രഹ്മർഷി പറയാം, എത്രമാത്രം അഹങ്കാരാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നതെന്ന് കണക്കില്ല എന്നാണ്. നിപായൽ സംസ്നവയൻ യഥാഗൃഹി ക്ഷണീകരേണു കളഭാം ചതുർമതോ നാചഷകൃച്ഛം കൃപണോ അജമായ. അജന്റെ മായയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നല്ലൊരു ഗ്രഹനാഥനാണ് എന്നൊരു ഭാവം നമുക്കൊക്കെ ഇല്ലത്. ഗ്രഹനാഥ എന്നൊക്കെ നമ്മൾ ആ റേഷൻ കാർഡ് എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഗ്രഹനാഥന്റെ പേരില്ല, അപ്പോൾ ഗ്രഹനാഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേരൊക്കെ വരുമ്പോൾ ഞാൻ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അതെല്ലാം ഭഗവാന്റെ മായയാണ്. അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, ഇങ്ങനെയൊക്കെ ഓരോ പേര് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കും. ഈ അഹങ്കാരം മുഴുവനും എല്ലാം മായയിൽ പെട്ടിട്ടാണ്. ആ മായയുടെ പ്രത്യേകതകളെ കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ആനകളുടെ മുഴുവനും മുമ്പിൽ കാണുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ പോലും പുല്ല് പറിച്ച് കളയും പോലെ നിസാരമായിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ആ ഗജേന്ദ്രന്റെ യാത്ര. അങ്ങനെ ചെന്ന് അദ്ദേഹത്തിന്റെ ചെന്നിൽ നിന്ന് മതജലം അങ്ങോട്ട് ഒഴുകുമ്പോൾ ഇവിടെ ശ്രീശോബ്രഹ്മർഷി പറഞ്ഞു, വണ്ടുകൾ പോലും അതിന് ചുറ്റും ഇങ്ങനെ അതിന്റെ മതഗന്ധത്തിന്റെ ആ ശക്തി കൊണ്ട് വണ്ടുകൾ കിടന്ന് ആനയ്ക്ക് ചുറ്റും കിടന്ന് പറക്കും അത്രേ. അപ്പോൾ അത്രമാത്രം ശക്തി അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, ചരന്ത്യഭീതായതനുഗ്രഹേണ, വലിയ വലിയ മൃഗങ്ങളൊക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഓടും. ചെറിയ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? മാനും മുയലും മയിലും ഒക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കും. ഇങ്ങനെ എല്ലാവർക്കും ശരണം കൊടുത്തുകൊണ്ടും ദുഷ്ടന്മാരെ ഓടിച്ചു കളഞ്ഞുകൊണ്ടും നല്ലൊരു ഭരണാധികാരിയായിട്ട്, നല്ലൊരു ഗൃഹസ്ഥനായിട്ട്, കാടിന്റെ മുഴുവനും നാഥനായിട്ട് കഴിയുമ്പോഴും അദ്ദേഹത്തിനും പറ്റി ഒരപകടം നടന്ന ആചഷ്ടകൃച്ഛം
കൃപണോജമായ തം തത്വകച്ചിൽ നൃപദേവ ചോദിതോ ഗ്രാഹോ ബലീയാം ചരണേ രുഷാഗ്രഹിൽ. കാലിൽ വന്ന് പിടിച്ചതായിരിക്കുന്ന പ്രാരബ്ധമാകുന്ന കർമ്മമാകുന്ന ദുഃഖമാകുന്ന ഒരു മുതല, അത് പിടികൂടിയോടുകൂടി പിന്നെ പറയാനില്ല അല്ലെ? കഥയൊക്കെ നമുക്കറിയാം. പിടിച്ചു വലിച്ചു കൊണ്ടുപോകണത് പിന്നെ എവിടേക്കാ? ഏത് കർമ്മമാണെങ്കിലും ഏത് കർമ്മമാകുന്ന മുതലയാണെങ്കിലും കർമ്മനിഷ്ഠനായിരുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമാകുന്ന മുതല കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാൽ. ആ കർമ്മമാകുന്ന മുതല പിടിച്ചിട്ട് ആ ആനയുടെ ശക്തിയൊക്കെ അദ്ദേഹം എടുത്തു നോക്കി. എങ്ങനെ ഈ കർമ്മത്തിനെ ഒഴിവാക്കാൻ സാധിക്കും? പല രൂപത്തിൽ നോക്കി. നമ്മളൊക്കെ അങ്ങനെ നോക്കണുണ്ട് ഒരു തരത്തില്. ഈ കർമ്മമാകുന്ന പ്രാരബ്ധമാകുന്ന മുതലേ കളയാൻ നമ്മൾ നോക്കിയാലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം കൂടി വരികയാണ്. ചില അമ്മമാരൊക്കെ പറഞ്ഞേക്കാം, വായനയ്ക്കൊക്കെ ചെല്ലുമ്പോഴേ അവർ പറയും, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഇനി ഞാൻ വായനയ്ക്ക് വരും സ്വാമി എന്ന് പറയും. അടുത്ത വർഷം ആകുമ്പോൾ പറയും, കുട്ടി ഇതാ 7 മാസമായിട്ട് വന്ന് നിൽക്കണു, പിന്നെ ഇപ്പം എന്താ ചെയ്യാന്നാണ്. പ്രാരബ്ധം പോവില്ല എന്നർത്ഥം. ഈ പ്രാരബ്ധം കർമ്മവും ഒക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിച്ചള്ളി പിടിക്കാന്നല്ലാതെ കൊണ്ട് അത് വിട്ടു പോവാന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അത് മാറ്റാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രാരബ്ധത്തിൻ നൽകരുത്തും ഞൊടി കൊണ്ടോ ഞെരിക്കുമൻ ഗുരുവാകും ഗുരുവായൂരപ്പനോ ചൊല്ലു. ഒരാൾക്ക് മാത്രമേ എത്ര വലിയ കർമ്മ പ്രാരബ്ധമുണ്ടെങ്കിലും അതിനെ മുറിച്ചു കളയാൻ ഈ ഗുരുവിനല്ലാതെ കൊണ്ട് ഈ ലോകത്തിൽ മറ്റൊരാൾക്കും ശക്തിയില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ ഗജേന്ദ്രനും പല പ്രാവശ്യം കളയാൻ നോക്കിയിട്ടും പറ്റണില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും അടിയിലേക്ക് കൊണ്ടുപോകണമെന്ന് കണ്ടപ്പോൾ ആ ഗജേന്ദ്രൻ കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും രക്ഷിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു സത്യമാണ്. അവർ പറഞ്ഞു, ആർക്കാ നിന്നെ രക്ഷിക്കാൻ പറ്റുക? സ്വയമേവ തന്നെ രക്ഷിച്ചു വരണം. അല്ലാതെ കണ്ട് മറ്റൊരാൾക്ക് പുറമേ നിന്ന് പറയാനേ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാമെന്നല്ലാതെ കണ്ട് നിന്റെ പ്രാരബ്ധത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് ഗുണം കിട്ടില്ല. നമ്മളൊക്കെ പറയും, ഗുരുവായൂർക്കാണോ പോണത്, എനിക്കും കൂടി വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ കൂട്ടോ എന്ന് പറയത്ര. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി മറ്റൊരാൾക്ക് അയാൾക്കേ പറഞ്ഞ് തീരണില്ല. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം എങ്ങനെയാ പറയാം? നമ്മുടെ കാര്യവും ഓർത്തു എന്ന് വരില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊന്നും മറ്റൊരാൾക്ക് പറയാൻ സാധിക്കില്ല. പുഷ്പാഞ്ജലി എഴുതി കൊടുക്കാം, ഭാര്യയുടെ പേരും ഭർത്താവിൻ്റെ പേരും മക്കളുടെ പേരൊക്കെ എഴുതി കൊടുക്കാം. അത് ചുരുട്ടിക്കൂട്ടി അയാൾ വലിച്ചെറിയുകയും ചെയ്യും. എന്നല്ലാതെ കണ്ട് അതൊന്നും നമുക്കങ്ങനെ പുഷ്പാഞ്ജലിയുടെ പേര് നാളെ എഴുതി കൊടുക്കാനല്ലാതെ കണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വയം നമുക്ക് ഉയരണമെങ്കിൽ എൻ്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ ആരുമില്ല, ഞാൻ തന്നെ വേണം. അത്ര ഭംഗിയായിട്ടാണ് ഭാഗവതം നമുക്ക് ഈ കഥയെ കൂടി കാണിച്ചു തരിക. ആ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് നമ്മളെ ഉയർത്തുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു കഥാഭാഗമാണ് പാതാളിമർദ്ദനം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞത് എന്താ? ദുർവാസാവാകുന്ന ശങ്കരജ്ഞാനം. അദ്ദേഹത്തിന് പറയുക തന്നെ എങ്ങനെയാണ്? ശങ്കരജ്ഞാനം എന്നാണ് പറയുക. അപ്പൊ ശങ്കരജ്ഞാനമാകുന്ന ശിവജ്ഞാനമാകുന്ന ദുർവാസാവ് നല്ലൊരു ജ്ഞാനമാകുന്ന മാല്യത്തിനെ ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ അതെന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആനയാകുന്ന അജ്ഞാനത്തിന്റെ പുറത്ത് കൊണ്ടുവച്ചു. അതോടുകൂടി അതിനെ തട്ടി ദൂരെ കളഞ്ഞോടുകൂടി ശ്രീത്വം നഷ്ടപ്പെടട്ടെ, നല്ലൊരു അനുഗ്രഹം കൊടുത്തു. ശ്രീത്വം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പേരിൻ്റെ മുമ്പിലൊക്കെ കാണും ശ്രീ എന്നൊക്കെ എഴുതി വെക്കും. പണ്ട് അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ നല്ല ശ്രീമാന്മാരും ശ്രീമതിമാരൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെ പറയില്ല. ഇപ്പോൾ ഹലോ ഡിയർ എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ പണ്ട് അങ്ങനെ എഴുതി വെക്കും. ഒക്കെ ശ്രീത്വം വിളമ്പുന്നവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. കാരണം എന്താ? അന്ന് മനസ്സിന് ഇത്രയും അഴുക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും അഴുക്കില്ലാത്തതുകൊണ്ടൊക്കെ നമ്മളെല്ലാവരും നല്ല ശ്രീമാന്മാരായിരുന്നു, ശ്രീമതിമാരായിരുന്നു. അതുമാത്രമല്ല, ശ്രീത്വം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ നോട്ടത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും അല്ലേ? ഇതിലൊക്കെ നമുക്ക് ശ്രീത്വം ഉണ്ടാവണം. അപ്പോഴാണ്, അതിനാണ് ഐശ്വര്യം എന്ന് പറയാം. ആ ശ്രീ തന്നെ നമുക്ക് ചിലപ്പോൾ ദോഷമായിട്ട് വരും, അതാണ് വിഷമായിട്ട് വരിക. അത് നമുക്ക് കാണാം അല്ലേ? അതുകൊണ്ടാണ് ആ വിഷത്തിനെ, ആ ശ്രീയെ ഭഗവാൻ കണ്ഠത്തിലാക്കുക. കാരണം മഹാദേവൻ എന്ത് പേര് വന്നു? ശ്രീകണ്ഠൻ എന്ന് പേര് വന്നു അല്ലേ? അപ്പൊ ശ്രീ എന്ന വാക്കിന് എന്തൊക്കെ അർത്ഥം കൊടുത്തിരിക്കുന്ന സജ്ജനങ്ങൾ? നല്ലതും പറയാം, ചീത്തയും പറയാം. അപ്പോൾ വിഷമായിട്ടുള്ളതും ശ്രീ തന്നെയാണ്, വിഷമമായിട്ടുള്ളതും ശ്രീ തന്നെയാണ്, ഐശ്വര്യമായിട്ടുള്ളതും ശ്രീ തന്നെയാണ്. ആ ശ്രീത്വം നഷ്ടപ്പെടട്ടെ എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരനുഗ്രഹം കൊടുക്കാനുള്ള കാരണം? നന്നായിട്ട് ശ്രമിക്കണം, നന്നായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ശ്രീത്വം നേടാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ബോർഡൊക്കെ എഴുതി വയ്ക്കാൻ സാധിക്കും. പക്ഷേ നമുക്കത് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഈ അമ്മമാരൊക്കെ ഇരുന്ന് ഭാഗവതം വായിക്കണ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നുക. എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലും
ആ വായിക്കാനുള്ള മനസ്സ് വന്നില്ലേ? ഇങ്ങനെ ചമ്പം മുടിഞ്ഞിരുന്ന് വായിക്കാൻ പറ്റണണ്ടേ? എളുപ്പമൊന്നുമല്ല. അപ്പോൾ എത്ര നാൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് ഇത് വായിക്കാനുള്ള മോഹം. ആ മോഹത്തിന് വേണ്ടി എത്രയോ പ്രയത്നിച്ചിട്ടാണ് ഭാഗവതം ഇപ്പോൾ വായിക്കണത് അവരല്ലേ? നന്നായിട്ട് വലിയ തെറ്റില്ലാതെ കണ്ട് ഭംഗിയായിട്ട് വായിക്കണ്ടെങ്കിൽ കണ്ണുമില്ല കിടപ്പില്ല ഒന്നുമില്ലെങ്കിലും ഭാഗവതം വായിക്കാൻ ഈ ചൂടത്ത് ഇവിടെ വന്നിരിക്കണില്ലേ? അതിനു വേണ്ടിയുള്ള ആ പ്രയത്നം, ആ പ്രയത്നത്തിനെ നമുക്ക് നമസ്കരിക്കാണ്ട് പറ്റില്ല. അതാണ് ശ്രീത്വം. ദേവന്മാർക്ക് എന്തായി? എല്ലാം സൗകര്യങ്ങളും കിട്ടിയപ്പോൾ, ഭൗതികമായിരിക്കുന്ന സകല നേട്ടങ്ങളും വന്നപ്പോൾ ആ ദേവന്മാർ മഹാമടിയന്മാരായിട്ട് മാറി. എവിടെ മടിയുണ്ടോ, എവിടെ അലസതയുണ്ടോ, അവിടെ ആരുണ്ടാവില്ല? അവിടെ ശ്രീത്വം ഉണ്ടാവില്ല. എവിടെ ഉത്സാഹമുണ്ടോ, എവിടെ ബലമുണ്ടോ, എവിടെ പരാക്രമമുണ്ടോ, അവിടെ ആരുണ്ടാവും? അവിടെ ശ്രീത്വം ഉണ്ടാവും അല്ലേ? ഇപ്പം ശ്രീ നമ്മുടെ ഉള്ളിൽ പരിലസിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ആ നല്ല പ്രയത്നം നമുക്ക് വേണം. അലസതയും കൊണ്ട് നമുക്കൊരിക്കലും കിട്ടില്ല. ദൗർബല്യം കൊണ്ട് ഒരിക്കലും നമുക്ക് ശ്രീത്വം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദേവന്മാർക്ക് അത് കൊടുത്തത്. അസുരന്മാർക്കല്ല ശ്രീത്വം പോട്ടെ എന്ന് അനുഗ്രഹിച്ചത്. കാരണം എന്താ? അവർക്കത് ഓൾറെഡി ഉണ്ട്. എന്തുകൊണ്ടാണ്? അവർ നല്ല പ്രയത്നശാലികളാണ്. ദേഹബലമാണ് അവർക്കെങ്കിൽ കൂടി ആ ദേഹബലം കൊണ്ട് അവരെന്തുണ്ടാവണു? അവർ ശ്രീത്വം നേടണ്ട്. പക്ഷേ ദേവന്മാരെന്ത് ചെയ്തു? ദേവനാവണമെങ്കിൽ എന്ത് വേണം? എത്രയോ കഷ്ടപ്പാട് കഴിഞ്ഞിട്ടാണ് ഒരു ദേവനാവാന്നറിയോ? കാരണം നമ്മളെപ്പോലുള്ള മർത്യന്മാർ തന്നെയാണ് ദേവനാവുക. മർത്യനായിരിക്കുന്ന നമ്മളെന്ത് വേണം? മർത്യഭാവത്തിൽ നിന്ന് മാനവനായിട്ട് വരണം, മാനവനിൽ നിന്ന് ദേവനായിട്ട് വരണം അല്ലേ? മനുഷ്യനാവണം, മാനവനാവണം, ദേവനാവണം. 4ാമത്തെ പടിയിലെത്തുമ്പോഴാണ് ദേവനാവുക. ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തി കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ? ശ്രീരാമകൃഷ്ണദേവൻ അല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അവർ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം വെളിച്ചം കൊടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു മനുഷ്യൻ ഉയർന്നുയർന്ന് ദേവഭാവത്തിലേക്ക് ഉയരാം എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ നമ്മുടെ മഹാത്മാക്കള്? അതേപോലെ നമുക്ക് ഉയരാൻ സാധിക്കും. പക്ഷേ അപ്പോഴും എന്ത് വരാൻ പാടില്ല? അലസതയും മടിയും നമുക്ക് വരാൻ പാടില്ല. അതെപ്പോൾ വരണോ? അപ്പോൾ ആ ശ്രീത്വം നഷ്ടപ്പെട്ട് നമ്മൾ ഒന്നുമല്ലാതെ ഉണ്ടായിത്തീരും. ഇവിടെയും ആ ജ്ഞാനം നഷ്ടപ്പെട്ട് അവർക്കെല്ലാം ശ്രീത്വം നഷ്ടപ്പെട്ടതോടുകൂടി എന്ത് വേണം? ബ്രഹ്മാദികളുടെ അതിമനോഹരമായിരിക്കുന്ന ഇവിടെ ഒരു സ്തുതിയൊക്കെ ഉണ്ട്. എത്ര പറഞ്ഞാലും മതി വരാത്തതാണ്. ഈ സ്തുതികളും നമുക്ക് വർണ്ണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത്രയും നല്ല സ്തുതികളാണ്. ഇതിൽ ഭാഗവതത്തിൻ്റെ മഹിമ തന്നെ അതാണ്. ആ സച്ചിദാനന്ദ കട്ടെ എത്ര വർണ്ണിച്ചാലും മതി വരില്ല. ശ്രീശ്വബ്രഹ്മർഷി അതുകൊണ്ട് നമ്മൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ധ്യാനം പറയും. ധ്യാനം മാത്രമല്ല, ഇടയ്ക്ക് സ്തുതി പറയും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മളിങ്ങനെ കഥ കേട്ട് വേറെ ലോകത്തിലേക്ക് പോകണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇതിനെങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം അല്ലേ? അത് ഓർത്തില്ലെങ്കിൽ എന്തായിരിക്കും? ഇതിനെ മറക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്തുതികൾ വരും. ഇടയ്ക്ക് അതേപോലെ തന്നെ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന ധ്യാനത്തിനെ കുറിച്ച് പറയും. അങ്ങനെ മറക്കാതെ കൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് ആ നാമങ്ങൾ ജപിച്ചിട്ട് വേണം. അപ്പോഴാണ് ഭാഗവതം കേട്ടു എന്ന് നമുക്ക് തോന്നുക. അല്ലെങ്കിൽ ഏതെങ്കിലും എവിടത്തെയോ ലോകത്തിലെ കഥ കേട്ട് പോകും. ഇവിടെയും അതുകൊണ്ട് തന്നെ മനോഹരമായിട്ട് സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ കഴിഞ്ഞോടുകൂടി ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു. വിഷമിക്കണ്ട, എന്തായാലും ഇനി നന്നായിട്ട് പ്രയത്നിച്ചോളൂ. കാരണം ഈ മനസ്സ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് സകല ഐശ്വര്യങ്ങളും തരുന്ന സാധനം. നമ്മുടെ ശരീരമല്ല. പിന്നെന്താണ്? നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് എങ്ങനെയായിരിക്കണം? പ്രസന്നമായിരിക്കണം മനസ്സല്ലേ? ഏത് സമയത്തും പ്രസന്നമായിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ എല്ലാ പ്രവൃത്തിയിലും അവരുടെ വാക്കിലും നോട്ടത്തിലുമൊക്കെ ഒരു വിശേഷം നമ്മൾ പറയാറില്ലേ? അയാളെ കാണാൻ തന്നെ നല്ല രസമാണെന്ന് പറയും. ഒരു സൗന്ദര്യമൊന്നും വേണമെന്നില്ല എന്നർത്ഥം അതിന്. അയാളുടെ മുഖത്തിൻ്റെ അതിൻ്റെ മനസ്സിൻ്റെ ഒരു പ്രസന്നത നമുക്കില്ലാണ്ട് പോയത് എന്താണ്? മുഖത്ത് പുട്ടി തയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ഭംഗിയില്ല കാണാൻ. എന്തുകൊണ്ടാണെന്നറിയോ? മനസ്സ് മുഴുവനും അത്രമാത്രം ദുഃഖം അനുഭവിക്കുക. ദുഃഖം അനുഭവിക്കുന്ന മനസ്സുകൊണ്ട് എങ്ങനെയാ മുഖത്ത് നമുക്ക് പ്രസാദം ഉണ്ടാക്കാൻ സാധിക്കുക അല്ലേ? അപ്പോൾ മനസ്സിന് പ്രസാദം ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ മനസ്സിനെ വേണ്ടാത്തതൊക്കെ നമ്മൾ കളയണം. മനസ്സ് എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ എന്താണ്? ചിന്തകളുടെ പ്രവാഹത്തിനാണ് മനസ്സ് എന്ന് പറയുക അല്ലേ? അനവധി ചിന്തകളാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. എവിടെയൊക്കെ മനസ്സ് പോയിരിക്കുന്നത്? എത്ര അടുത്താണ്? തൃപ്പൂണിത്തുറ എന്ന് പറയേണ്ട താമസമുള്ളൂ, അവിടെ പോയിട്ട് വരും. ചോറ്റാനിക്കര അമ്പലം എന്ന് പറയേണ്ട താമസമില്ല, 10 പ്രാവശ്യം റൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെ വരും അല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുമെങ്കിലും മനസ്സിൻ്റെ ഒരു യാത്ര നോക്കിക്കോളൂ. വളരെ വേഗം തിരുവനന്തപുരം വരെ പോയിട്ട് വരും. എവിടെ പോകണമെങ്കിലും മനസ്സ് വളരെ വേഗത്തിൽ മനോജവം എന്നൊക്കെ പറയില്ലേ? അതേപോലെ മനസ്സിൻ്റെ ഒരു
എന്താ യാത്ര, അത് പറയാൻ പറ്റില്ല. അത്രയും വേഗത്തിൽ ഓടിക്കൊണ്ട് അനവധി ചിന്തകൾക്ക് ഇരിപ്പിടമായിട്ട് മാറുന്നതെല്ലാം ബുദ്ധിയല്ല, ഇതെല്ലാം മനസ്സാണ്. മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടും. മനസ്സെന്ത് ചെയ്യണം? നിശ്ചയാത്മിക ബുദ്ധി അല്ലേ? അതൊക്കെ ഉറപ്പിക്കണത് അത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന ആളാണ് ബുദ്ധി. ബുദ്ധിക്ക് രണ്ടാം സ്ഥാനമുള്ളൂ. എല്ലാത്തിനും കാരണം നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് ഈ മനസ്സെങ്ങനെയായിരിക്കണം? നന്നായിട്ട് പ്രസന്നമാക്കി വയ്ക്കണം. അതിൽ വയ്ക്കണമെങ്കിലും പ്രസന്നമാവണമെങ്കിൽ എന്ത് വേണം? ഇതിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. മൊബൈലൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണില്ലേ? വെറുതെ ഇരുന്ന് ഇങ്ങനെ കുറേ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുത്തിയിരുന്ന് അത് കളയാൻ എന്തൊരു പണിയാണ് നമുക്ക്. ഡിലീറ്റ് ചെയ്യാനുള്ള പണിയാണ് ഏറ്റവും കൂടുതൽ. കാണുന്നതിനേക്കാൾ കൂടുതൽ ഡിലീറ്റ് ചെയ്യണം. കാരണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒന്നും കാണില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ പണി നമ്മൾ സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവൃത്തികളൊക്കെ. നമ്മുടെ മനസ്സിലും ഇതേപോലെ അനാവശ്യമായിട്ടുള്ളതും ആവശ്യമായിട്ടുള്ളത് ചിന്തകളെ കൊണ്ട് വല്ലാതെ കണ്ട് നിറഞ്ഞു. ഇനി എന്ത് വേണം? ആവശ്യമില്ലാത്തതിനൊക്കെ പതുക്കെ അങ്ങോട്ട് കളയാൻ നമുക്ക് സാധിച്ചാൽ മനസ്സിന് പ്രസന്നത വന്നു. മനസ്സ് പ്രസാദിച്ചാൽ എന്തായി? നമ്മുടെ മുഖത്തിൽ മാത്രമല്ല ജീവിതത്തിലും പ്രവൃത്തിയിലുമൊക്കെ നമുക്ക് ആ പ്രസന്നത ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ത് പറഞ്ഞു എന്നറിയോ? ആദ്യം ഈ പാലാഴി അങ്ങോട്ട് കടഞ്ഞോളൂ. പാലാഴി കടയുമ്പോൾ പല സാധനങ്ങൾ ഉയർന്നു വരും. അതിലൊക്കെ മനസ്സ് വയ്ക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ശരിയായിരിക്കുന്ന ശ്രീത്വം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊക്കെ മോഹമുണ്ടോ ശ്രീത്വം കിട്ടാൻ? ആക്കൊക്കെ മോഹം ഉള്ളയാവോ അല്ലേ? ബോർഡ് എഴുതി തന്ന കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. വീട്ടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. അതിനെന്ത് വേണം? പ്രയത്നിക്കണം നന്നായിട്ടല്ലേ? നല്ല ധ്യാനയോഗമാണ് ഇവിടെ. പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ധ്യാനയോഗമാണ്. ആ ധ്യാനയോഗത്തിൽ കൂടി വേണം അഴുക്കിനെ കളയാനായിട്ട്. ധ്യാനം അതിനുള്ളതാണ്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയോ പോയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് എവിടേക്കോ ചിന്തിച്ചിരിക്കും. ആ ചിന്തയൊന്നും ധ്യാനമാവില്ല. രമണ മഹർഷിയുടെ അടുത്ത ഒരാൾ എന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ എനിക്കൊന്ന് ധ്യാനിക്കണം എന്ന് പറഞ്ഞു. താൻ പോയി ധ്യാനിച്ചോളാൻ പറഞ്ഞു അത്രേ. അദ്ദേഹം പോയി കുറേ നേരം അവിടെ ഇരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ ഞാൻ ധ്യാനിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഓ എത്ര പെട്ടെന്നോ? പിന്നെ ഞാനിപ്പോൾ ധ്യാനിക്കാനും കൂടി ഇരിക്കേണ്ട താമസമുള്ളൂ. കാശി വിശ്വനാഥനെ കാണും, രംഗനാഥേശ്വരനെ കാണും, വെങ്കടേശ്വരനെ കാണും, എല്ലാം കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, താൻ മനോരാജ്യം കാണുമായിരുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ കണ്ട് ധ്യാനം അല്ല എന്നാണ്. അപ്പോൾ ധ്യാനം എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ എന്താണെന്നറിയോ? ആ ഒന്നുമില്ലാത്ത ഞാൻ ധ്യാനിക്കണം എന്നുള്ള ചിന്തയില്ലാതെ കണ്ടായിത്തീരണം. ധ്യാനം എന്ന ക്രിയയില്ലാതെ കണ്ടായിരിക്കണം. ധ്യാനിക്കുന്ന ഞാനില്ലാതെ കണ്ടായിരിക്കണം. ധ്യേയമായിരിക്കുന്ന വസ്തു ഇല്ലാതെ കണ്ടായിത്തീരണം. ഈ മൂന്ന് കാര്യങ്ങൾ. ധ്യാനമാകുന്ന ക്രിയ ഉണ്ടാവരുത്, ധ്യാനിക്കുന്ന ഞാൻ ഉണ്ടാവരുത്, ധ്യേയമായിരിക്കുന്ന ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ വസ്തു ഇല്ലാതെ കണ്ടായിത്തീരുക. അതിനാണ് ത്രിപുടി മുടിയാന്ന് പേര് പറയും അല്ലേ? ആ ത്രിപുടി മുടിയണേൻ്റെ വേറൊരു പേരാണ് ത്രിപുര സുന്ദരി. ചോറ്റാനിക്കരമ്മയുടെ പേരെന്താണ്? ത്രിപുര സുന്ദരി. ഇത് മൂന്നും പോകുമ്പോഴാണ്, ഈ മൂന്ന് ഭാവങ്ങളും നശിക്കുമ്പോഴാണ് ആരെ കിട്ടുക? ചോറ്റാനിക്കരമേ കിട്ടുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയി എന്നിട്ട് മേശാന്തി ചാർത്തി വെച്ചിരിക്കുന്ന ഗോളയും കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരും. അതിനെ കിട്ടണമെങ്കിൽ നല്ല ധ്യാനം ഇതേപോലെ ആയിരിക്കണം. യാതൊരു ചിന്തകളും ഇല്ലാതെ കണ്ടായിത്തീരണം. അതിനാണ് തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന കാണാറില്ലേ? നമ്മൾ തേങ്ങയൊക്കെ ഉടയ്ക്കാറില്ലേ നടക്കൊക്കെ പോയിട്ട്? ആ തേങ്ങ നല്ലൊരു ധ്യാനയോഗമാണ് അത്ര. മനോഹരമായിരിക്കുന്ന ഒരു ധ്യാനയോഗത്തിനെ നാളികേരം കൊണ്ട് പറയാറുണ്ട് സജ്ജനങ്ങൾ. അപ്പോൾ അതിന് 4 ഭാഗങ്ങളാണ് ഒരു നാളികേരം എടുത്താൽ അല്ലേ? ഏതൊക്കെയാണ് അതിൻ്റെ 4 ഭാഗങ്ങൾ? പുറമേ ഉള്ള ചകിരിയുണ്ട്, ഉള്ളിലുള്ള ചിരട്ടയുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള കാമ്പുണ്ട്, 4മത് എന്തുണ്ട്? സുന്ദരമായിരിക്കുന്ന മധുരമേറുന്ന വെള്ളമുണ്ട് അല്ലേ? ഈ 4 ഭാഗങ്ങളാണ്. ഒരു ധ്യാനത്തിന് എന്ത് വേണം? ഈ 4 ഭാഗങ്ങൾ വേണം. അതിൽ ആദ്യത്തെ പണി എന്താണ്? ആദ്യം ഈ പ്രപഞ്ചത്തിനെ മറക്കണം. പ്രപഞ്ചത്തിനെ മറക്കാൻ എളുപ്പമാണ്. ഇപ്പം തന്നെ പലരും മറന്നു തുടങ്ങിയിട്ടാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കൊടുക്കണം, ഇല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ അങ്ങനെ പ്രപഞ്ചത്തിനെ മറക്കാൻ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളെ ധ്യാനത്തിനിരിക്കുന്ന ഒരാൾ ആദ്യം മറക്കേണ്ടത് എന്താണ്? എൻ്റെ കൂടെ ഇരിക്കുന്നവരെയും ഞാൻ എവിടെ ഇരിക്കണമെന്നും ഈ പ്രപഞ്ചത്തിനെ കുറിച്ചും ഈ ശബ്ദ കോലാഹലങ്ങളെയൊക്കെ മറക്കാൻ സാധിക്കണം. അത് ഇത്തിരി എളുപ്പമുള്ള കാര്യമാണ് അല്ലേ? അതുകൊണ്ടാണ് ചകിരി പറിച്ചെടുക്കാൻ ഇത്തിരി എളുപ്പമുണ്ട് അല്ലേ? അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥിതിയാണ് ഈ ശരീരത്തിനെ മറക്കുക എന്നുള്ളത്. അതാണ് ചിരട്ട. നടക്കാത്ത ഒരു കാര്യം എന്തേ ഉള്ളൂ? ഈ ശരീരത്തിന് അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. എത്ര കണ്ണടച്ചിരിക്കുകയാണെങ്കിലും അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കിയാലൊന്നും അറിയില്ല. കാരണം ആ ഫാനിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്, അയാൾ ആ സുഖത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അല്ലാതെ കണ്ട് അയാൾ അവിടെ എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഈ ശരീരത്തിന് നമുക്ക് അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ചിരട്ടയുടെ ഭാഗമാണ്. പൊട്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? അത് കഴിഞ്ഞാൽ എന്ത് വേണം? ശരീരത്തിനെ മറന്നു കഴിഞ്ഞാൽ 3മത്തെ ഭാഗമാണ് മനസ്സ്. അതാണ് നല്ല തേങ്ങ അല്ലേ? ആ കാമ്പ് മനോഹരല്ലേ? അതേപോലെ തന്നെ നമ്മുടെ മനസ്സും ഇതും കൂടി ഇല്ലാണ്ടാവണം. ഈ മനസ്സും കൂടി ഇല്ലാതെ ഉണ്ടാവണം. ഈ 3 ഭാഗങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴാണ്
ധ്യാനിക്കുകയാണെന്ന് വിചാരിക്കണം അല്ലെ, അല്ലാണ്ട് ഇതിൻ്റെ ദേഷ്യം തീർക്കാനുള്ളതല്ല എന്നർത്ഥം. അപ്പോൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമുക്ക് ആ ധാരണ വരണം, ഇതാണ് ശരിയായിരിക്കുന്ന ഒരു ധ്യാനത്തിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ആ അമൃതജലം പുറത്തേക്ക് തെറിക്കണത് പോലെ അമൃതമായിരിക്കണം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ വരണമെങ്കിൽ, ആ അമൃതത്തിൽ നമുക്ക് ലയിച്ചു ചേരണമെങ്കിൽ, ആ അമൃതാനന്ദം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിനാണ് ധ്യാനം. അപ്പോൾ എന്തെല്ലാം നമ്മുടെ കൂടെ ഉണ്ടോ അതിനെയൊക്കെ നമുക്ക് പതുക്കെ 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 എല്ലാത്തിനെയും കളയാകാവണം. ഇവിടെ ഭഗവാൻ നല്ലൊരു ധ്യാനയോഗത്തിനെയാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് പോയി ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞു. അവർ പോയി മന്ദരപർവ്വതത്തിനെ കടകോലായിട്ടും വാസുകിയെ കയഹായിട്ടും തീരുമാനിച്ചുകൊണ്ട് അസുരന്മാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് പാലാഴി അങ്ങോട്ട് കടയാൻ തുടങ്ങി. അപ്പോൾ പാലാഴി അങ്ങോട്ട് കടയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പാലാഴി കടയുന്ന സമയത്ത് മന്ദരപർവ്വതം കൊണ്ടുവന്ന് ഇട്ടത് ഭഗവാനാണ്, വാസുകിയെ കൊണ്ടുവന്നത് ഭഗവാനാണ്. ഇനി എന്ത് വേണം? അതിനെ കടയാനായിട്ട് അസുരന്മാരുടെ ആ സഹായം നേടിക്കോളൂ എന്ന് പറഞ്ഞതും ഭഗവാൻ തന്നെയാണ്. കാരണം എല്ലാവരോടൊപ്പം ചേർന്ന് വേണം ആദ്യം, പിന്നീട് എന്തായിരിക്കണം? ഓരോരുത്തരെ പതുക്കെ ഒഴിവാക്കി താൻ മാത്രമാവുന്ന ഒരവസ്ഥ വരണം. അപ്പോഴാണ് സ്വസ്ഥത, ശാന്തി എന്ന് നമ്മൾ പറയില്ലേ, ആ ശാന്തമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അതുപോലെ തന്നെ ഇവിടെയും എല്ലാവരോടും ചേർന്ന് അങ്ങനെ പാലാഴി അങ്ങോട്ട് കടയാൻ തുടങ്ങിയപ്പോൾ മന്ദരപർവ്വതം കിഴപ്പോട്ടേക്ക് പോകണു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ ഗിരിമുജ്ജഹാര 1,00,000 യോജന വിസ്താരമുള്ള ഒരു പുറന്തോടുകൂടിയ ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചുകൊണ്ട് ആ മന്ദരപർവ്വതത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടും പ്രയോജനമില്ല, കടയാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ അജിതൻ എന്ന പേരിൽ അവതരിച്ചുകൊണ്ട്, ഒരാൾക്കും ജയിക്കാൻ പറ്റാത്ത ഈശ്വരൻ അജിതൻ എന്ന പേരിൽ അവതരിച്ചുകൊണ്ട് ആ തൻ്റെ കൈകളെ കൊണ്ട് 2 ഭാഗത്തും പിടിച്ച്, ഒരു കൈയിനെ കൊണ്ട് കുറച്ച് കൈകളെ കൊണ്ട് മന്ദരപർവ്വതം താത്തി പിടിച്ചിട്ട് അതിമനോഹരമായിട്ട് കടയാൻ തുടങ്ങി. ഇവിടെ ശ്രീശബ്രഹ്മർഷിയുടെ ക്യാമറയിൽ പതിഞ്ഞ അതിമനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ്. എന്താണെന്നറിയോ? ഇവിടെ കൊണ്ടിട്ടത് ആരാണ്? അത് ഭഗവാൻ. അടിയിൽ നിൽക്കുന്നത് ആരാണ്? അത് ഭഗവാൻ. 2 ഭാഗത്തും പിടിച്ചിരിക്കണതും ആരാ? അതും ഗുരുവായൂരപ്പൻ തന്നെയാണ്. മുകളിൽ താത്തി പിടിച്ചിരിക്കുന്നത് ആരാ? അതും ഭഗവാൻ. അപ്പോൾ ഈ പാലാഴി കടയണത് ഭഗവാൻ തന്നെയാണ് അല്ലേ. ഇപ്പം ഞാൻ ധ്യാനിക്കണമെന്നുള്ള ചിന്ത ഒരിക്കലും എൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്നർത്ഥം അല്ലേ. ചിന്തിപ്പിക്കണത്, നമ്മളെ ധ്യാനിപ്പിക്കണത് ആരാണ്? അതിന് പ്രാപ്തമാക്കിയത് ഭഗവാൻ അല്ലേ. അതിന് തോന്നിച്ചത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി അല്ലേ. ധ്യാനിക്കണം എന്ന് നമുക്ക് ഇച്ഛ ഉണ്ടാക്കി തന്നത് അമ്മയാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ്. അതിന് ആ ക്രിയയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കിയതും ആരാണ്? അതും ഭഗവാൻ തന്നെ. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. അപ്പം ഇവിടെ എന്തേ ഉള്ളൂ എന്ന് വെച്ചാൽ, ഞാൻ താൻ ഇതെല്ലാം മറ്റൊന്നില്ല നൂനം സനാതനം എന്ന് ദേവി ഭാഗവതത്തിൽ അമ്മ പറയും. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഇത് മുഴുവനും എന്തുണ്ടോ? അഹമേവാസ്വമേവാഗ്രേ ന അന്യൽ സദസൽപരം. ഇവിടെ എന്തുണ്ടോ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ഭഗവാൻ വീണ്ടും നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ആ അതിമനോഹരമായിരിക്കുന്ന ഈ മനുഷ്യജീവിതമാകുന്ന പാൽക്കടലിനെ വേണ്ട മാതിരി അങ്ങനെ കടയുമ്പോൾ ആദ്യം പൊങ്ങി വരും നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂട്ടിക്കിടക്കുന്ന അനാദികാലമായിട്ട്, അനാദി ജീവനായിട്ട് എത്രയോ ജീവിതം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് അല്ലേ. ഈ ജന്മത്തിൽ മാത്രമല്ല, പെട്ടെന്ന് ഇങ്ങനെ മനുഷ്യനായിട്ട് വന്നതല്ല. എത്രയോ ജന്മങ്ങൾ ഇതിനു മുമ്പിൽ ഈച്ചയായിട്ടും പുഴുവായിട്ടും പാറ്റയായിട്ടും സിംഹമായിട്ടും പുലിയായിട്ടും ഒക്കെ ജനിച്ച് മരിച്ച് അവസാനം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ മാർഗം എന്നറിയോ? ഈ അത്രയും ജന്മത്തിൽ നമ്മൾ സമ്പാദിച്ചതായിരിക്കുന്ന സാധനങ്ങളൊക്കെ പാടെ ഒരു കിറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, സഞ്ചിയിലാക്കി അല്ലേ. അത് സഞ്ചിതമായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്നതിൻ്റെയും കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ പാടെ ചേർത്തിട്ടാണ് ഇനി നമ്മൾ അനുഭവിക്കാൻ പോണതെല്ലാം. അപ്പോൾ ഇനി വരാനുള്ളതൊക്കെ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഫലം അനുസരിച്ചിട്ടാണ് അടുത്തത് നമ്മൾ അനുഭവിക്കാൻ പോവുക, അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് വരാൻ പോണത്. അതുകൊണ്ട് തന്നെ ആ എത്രയോ ജന്മങ്ങളിൽ നമ്മൾ കൂട്ടി വച്ചിരിക്കുന്നതായിരിക്കുന്ന അഴുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ആ അഴുക്കാണ് ഹലാഹലം എന്ന വിഷമായിട്ട് ആദ്യം പൊങ്ങി വരിക. ഈശ്വര ഭജനത്തിനിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരിക ഗുരുവായൂരപ്പൻ്റെ രൂപമൊന്നും ആവില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഗുരുവായൂരപ്പൻ്റെ വലിയ ഫോട്ടോ വയ്ക്കാം, വിഗ്രഹമൊക്കെ വയ്ക്കാം, വിളക്കുകളൊക്കെ വയ്ക്കാം. ധ്യാനിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മൊത്തത്തെ ഉള്ളിലേക്ക് ആക്കാനോ ശ്രമിക്കുക. എല്ലാവരും അങ്ങനെയല്ല ചെയ്യുക. ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ചോറ്റാനിക്കരമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് ആ പാദം മുകൾക്ക് ശിരസ് വരെ അതിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കാമെന്ന് വിചാരിക്കും. അത് പറ്റുമോ നമ്മളെ കൊണ്ട്? അതാക്കാൻ ശ്രമിക്കണതാണ്
ഏറ്റവും അപകടം. അതുകൊണ്ടാണ് കപിലമൂർത്തി എന്താ പറഞ്ഞത് അമ്മയോട്? സഞ്ചിന്തയേൽ ഭഗവത ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സുദർശനലാഞ്ജനാഠ്യം. അമ്മ ആദ്യം എൻ്റെ പാദങ്ങളെ ധ്യാനിക്കാമ്മ. അതിനെ ഉറപ്പിച്ചിട്ട് മതി കണങ്കാല് ധ്യാനിക്കാൻ, എന്നിട്ട് മതി മുട്ട് ധ്യാനിക്കാൻ, അല്ലേ? ഓരോ അംഗപ്രത്യംഗമായിട്ട് ധ്യാനിച്ച് വേണം അവസാനം അവിടുത്തെ പീലി തിരുമുടി ധ്യാനിക്കാൻ പാടുള്ളൂ. ഇപ്പൊ കേശാദിപാദം പദാദികേശം ഓരോന്നായിട്ട് ധ്യാനിച്ച് അവസാനം മുഴുവനുമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഇരുന്നിട്ട് മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് തട്ടിയേക്കാമെന്ന് വിചാരിച്ചാൽ അതിനകത്തേക്ക് ആക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം അഴുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ആ അഴുക്കിനെ മുഴുവനും ധ്യാനത്തിലേക്ക് നമ്മൾ വരുന്തോറും ഓരോ അഴുക്കായിട്ട് മുഴുവനും മാറും. ആ കിട്ടുന്ന അഴുക്കിനെ മുഴുവനും മഹാദേവ എനിക്കിതാ ഈ അഴുക്കിനെ കളയാൻ പറ്റില്ല കേട്ടോ, അവിടത്തേക്ക് തന്നെ സമർപ്പിക്കണു. ലോകത്തിൻ്റെ മുഴുവനും നാഥനായിരിക്കുന്ന ആ സദാശിവനെ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ അഴുക്കിനെയും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ തന്നെ അതിനെ മുഴുവനും സ്വീകരിച്ച് അവിടുത്തെ കയ്യിലേക്ക് ഇത്രയധികം പാലാഴി മുഴുവൻ കടഞ്ഞ വിഷം ഭഗവാന്റെ കയ്യിലേക്ക് വന്നപ്പോഴേക്കും ഒരു നെല്ലിക്കയുടെ അത്രയായി. നമ്മുടെ ഈ ലോകത്തിൻ്റെ എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങളൊക്കെ ഭഗവാന്റെ കയ്യിലേക്ക് വരുമ്പോഴേക്കും അത് അല്പേ ഉണ്ടാവുള്ളൂ. അവിടത്തേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പാർവതിയുടെ മുഖത്തേക്ക് നോക്കി, പാർവതി വിഷം കഴിച്ചാൽ വല്ല ദോഷമുണ്ടോ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, താൻ കഴിച്ചോളാം എന്നുള്ള മട്ടിലായി പാർവതിയുടെ വാക്ക്. ഭഗവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം അനുമോദതാ. ഇവിടെ ഭാഗവതം പറയണു പാർവതി നന്നായിട്ടൊന്ന് അനുമോദിച്ചു എന്നാണ് മഹാദേവനെ. മഹാദേവ അവിടത്തേക്ക് അല്ലാതെ കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം ഞാൻ കഴിച്ചാലൊന്നും ശരിയാവില്ല, എനിക്ക് ഇത്തിരി കറുത്ത നിറമുള്ളതുകൊണ്ടേ ഇത് കഴിച്ചാൽ വലിയ ഗുണം കിട്ടില്ല. അവിടുന്ന് അങ്ങനെയല്ല, നല്ല സ്വർണ്ണ കളറാണ്, സ്വർണം കാച്ചി പഴിപ്പിച്ച പോലെ നിറമാണ് മഹാദേവന്. അതുകൊണ്ട് വിഷം ചെന്നാൽ എന്തുണ്ടാവും? നല്ല ഭംഗിയായിരിക്കും അവിടത്തേക്ക്, അല്ലേ? അതുകൊണ്ട് അവിടുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ. അത് മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവനും വിഷമല്ലേ, നമ്മളല്ലേ ലോകത്തിനെ രക്ഷിക്കേണ്ട ആൾക്കാര്. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഈ അച്ഛനും അമ്മയ്ക്കും അല്ലാതെ കണ്ട് നമ്മളെ രക്ഷിക്കാൻ വേറെ ആർക്കാ സാധിക്കുക? നമ്മളോടുള്ള കാരുണ്യം ഈ പാർവതി പരമേശ്വരന്മാരെ പോലെ മറ്റൊരാൾക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് വിഷം കഴിച്ചോളൂ. അത് മാത്രമല്ല ആരാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വം വിഷ്ണു വഷൾക്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു. ഈ വിശ്വമേ ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യണതും ഭഗവാന് സന്തോഷമാവാനല്ലേ. അതുകൊണ്ട് വിഷം കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വിഷം എടുത്തിട്ടത് അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ നാമത്രയം ജപിച്ചുകൊണ്ട് അതങ്ങോട്ട് സേവിച്ചത് മാത്രമേ ഉണ്ടായുള്ളൂ. ആ കണ്ഠത്തിൽ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അപക്ഷയൻ മഹാദേവ കൃപയാഭൂതഭാവന ആ കണ്ഠത്തിൽ എത്തിയുണ്ടായുള്ളൂ. അതോടുകൂടി കണ്ഠത്തിൽ അവിടെ നിന്നു. അതോടുകൂടി എന്തൊരു ഭംഗിയായി, നല്ലൊരു ഒരു രുദ്രാക്ഷം കഴുത്തിൽ ധരിച്ചതുപോലെ അവിടത്തേക്ക് അത് അലങ്കാരമായിട്ട് മാറി, ശ്രീകണ്ഠനായിട്ട് മാറി, നീലകണ്ഠനായിട്ട് മാറി ഭഗവാൻ. എല്ലാവരും ആനന്ദം കൊണ്ട് ആ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ആദ്യത്തെ വിഷം അങ്ങോട്ട് മാറിക്കിട്ടിയാൽ, ഉള്ളിൽ കിടക്കുന്ന വിഷമങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പതുക്കെ ഐശ്വര്യങ്ങൾ വരും. നമ്മൾ പറയാറില്ലേ, എൻ്റെ കാലക്കേട് മാറിക്കിട്ടി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്ന് പറയും. ആദ്യം തന്നെ കളയേണ്ടത് ഈ കാലക്കേട്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമങ്ങളായിരിക്കുന്ന, നമുക്ക് വിഷമുണ്ടാക്കുന്ന ചിന്തകളെ മുഴുവനും ആ ചിന്തകളൊക്കെ ഭഗവത് അർപ്പിതമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐശ്വര്യങ്ങൾ, ഐശ്വര്യങ്ങൾ ഓരോന്നായിട്ട് വരികയായി. ഇപ്പം നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ ഓരോ ഐശ്വര്യങ്ങൾ ഉച്ചൈശ്രവസായിട്ടും അതേപോലെ പാരിജാതമായിട്ടും കൗസ്തുഭമായിട്ടും ഓരോന്ന് വരും. ഏഴാമതായിട്ട് ഒരാൾ വരും. ആരാണത്? മഹാലക്ഷ്മി തന്നെ നമ്മുടെ ഉള്ളിൽ ഐശ്വര്യമായിട്ട് വരും, അല്ലേ? ഐശ്വര്യലക്ഷ്മി അത് നമ്മുടെ ജീവിതത്തിൽ വരും. അത് വന്നാൽ അതിൽ നിൽക്കാൻ പാടില്ല എന്നർത്ഥം. അതിൽ നിന്നാൽ എന്തുണ്ടാവും? അതാണ് കുഴപ്പം ചെയ്യുക. നമുക്കൊക്കെ അങ്ങനെയാണ്. അതേവരെ മതി, ഐശ്വര്യമൊക്കെ വന്നു ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി ഗുരുവായൂരപ്പന് ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ്. വേണ്ടത് എന്താണ്? ആ ശ്രീത്വം നേടുന്നത് വരെ കഷ്ടപ്പെടണം. കിണർ കുഴിക്കുന്ന വിദ്വാന്മാരെ കണ്ടിട്ടില്ലേ? ചില ആൾക്കാരൊക്കെ കിണർ കുഴിക്കാൻ തുടങ്ങിയപ്പോഴാണെന്നറിയോ? മേടമാസം കഴിഞ്ഞ് ഇടവം മഴ തുടങ്ങുമ്പോൾ കിണർ കുഴിക്കാൻ തുടങ്ങും. അപ്പം എന്തായി? ഒരു 4 അടി താത്തുമ്പോഴേക്കും വെള്ളം കാണും. ഇവിടെ പെട്ടെന്ന് വെള്ളം കണ്ടു കേട്ടോ, ഒരു കുഴപ്പമില്ല, അത്രയും മതി എന്ന് പറഞ്ഞിട്ട് മുമ്പ് പോകും. അത് കഴിയുമ്പോഴാണ്, ഒരാഴ്ച കഴിയുമ്പോൾ ഒരു വെയിൽ വരുമ്പോൾ എന്തായി? അത് വറ്റിപ്പോയി. കാരണം എന്താ? അത് അല്പം നേരം നിൽക്കുള്ളൂ, പിന്നെയും താത്തണം. എത്ര അടി താത്തേണ്ടി വരും? ചിലപ്പോൾ 20 അടിയൊക്കെ താത്തി കഴിയുമ്പോൾ നല്ല പാറക്കെട്ടുണ്ടാവും. അതും കൂടി തട്ടി പൊട്ടിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? നല്ല വെള്ളം, ഒരിക്കലും പറ്റാത്ത ഉറവുണ്ടാവുക. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം പ്രകാശിക്കണമെങ്കിൽ
മേലെ ഉള്ള എന്തെല്ലാം മേൽമണ്ണുകളുണ്ടോ അതിനൊക്കെ മാറ്റി കളയണം. എന്തിനോടൊക്കെ നമുക്ക് മോഹം വരണുണ്ടോ ആ മോഹങ്ങളൊക്കെ ത്യജിച്ച് കഴിയുമ്പോഴാണ് ശരിയായിരിക്കുന്ന ശ്രീത്വം നമുക്ക് പ്രകാശിക്കുക. അതേപോലെ തന്നെ ഇവിടെയും എല്ലാം കളഞ്ഞോട് കൂടിയ മഹാലക്ഷ്മി പോലും ഇതാ എല്ലാവരും ഉപേക്ഷിച്ചു. മഹാലക്ഷ്മി പറഞ്ഞു, ആർക്കും വേണ്ട, എന്നെ വേണ്ട ഒരാളുണ്ട്. ആരാന്നറിയോ? ഭഗവാൻ മാത്രം. ആ ഭഗവാന്റെ മാകുടത്തിൽ ഇതാ കയറി ഇരുന്നുകൊണ്ട് ലക്ഷ്മി നാരായണ മൂർത്തിയായിട്ട് ഭഗവതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി ഇതാ വീണ്ടും കടയാൻ തുടങ്ങിയപ്പോഴാണ് ഒരാൾ ഉയർന്നു വന്നു. ധന്വന്തരി ഇതിഖ്യാത ആയുർവേദ ധൃതിക്യഭാക് തമാലോക്യാസുരാ സർവേ കലശം ചാമൃതാമൃതം ധന്വന്തരി ഇതിഖ്യാത തരുണാമൃത സുന്ദരസ്കഥാത്വം. തരുണസ്വരൂപമായിട്ട് താ ഭഗവാൻ ധന്വന്തരിയായിട്ട് അമൃത കലശവുമായിട്ട് താ ഉയർന്നു വന്നു. അതങ്ങോട്ട് ഉയർന്നോടുകൂടിയിട്ട് അമൃതമാണ്, ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന ആ ജ്ഞാനവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ്. ജ്ഞാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അഹങ്കാരമാകുന്ന ഇന്ദ്രിയങ്ങൾ അപ്പോഴും അഹങ്കരിക്കാൻ ഇടവരും. എപ്പോഴും അറിവ് കൂടും തോറും നമുക്ക് എന്ത് വേണം? താഴ്മ തന്നെ ഉണ്ടാവണം, നല്ല ശ്രദ്ധ ഉണ്ടാവണം, അല്ലേ? ഒരു അമൃത് കിട്ടുക അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മത്തിലെ കഷ്ടപ്പാട് കൊണ്ടാണ് നമുക്ക് ഒരു ഉന്നതിയിലേക്ക് എത്തുക, അല്ലേ? നാഗാണത്ത് ഭ്രാന്തം കാണിച്ച പണി നമുക്ക് അറിഞ്ഞൂടെ? അത് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. നാഗാണത്ത് ഭ്രാന്തം കാണിച്ചത് അത് തന്നെയാണ്. ആ കല്ലുരുട്ട് മേപ്പോട്ടേക്ക് കയറ്റാൻ എത്ര കഷ്ടപ്പാടാണ്, കീഴ്പോട്ടേക്ക് വീഴാൻ വളരെ എളുപ്പമാണ്. അതേപോലെ ഒരു ജ്ഞാനം നേടണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അമ്മമാരൊക്കെ ഈ ഭാഗവതം വായിക്കാൻ എത്രയോ കഷ്ടപ്പെട്ടു, അല്ലേ? നാരായണീയം പഠിച്ചെടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. അത് പഠിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അഹങ്കാരം വന്നാൽ എന്തായിരിക്കും? അതേപോലെ തന്നെ 99-ലെത്തിയ സാധനം 0-ലേക്ക് പോരും പോലെയാണ്. അവിടെ ഒരു കോണി വെച്ചിട്ടുണ്ട് കീഴ്പോട്ടേക്ക്, അല്ലേ? പാമ്പും കോണിയും അതേപോലെ കീഴ്പോട്ടേക്ക് വരേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ എളുപ്പമാണ്, കയറാൻ അത്ര എളുപ്പമല്ല എന്നർത്ഥം. അതുകൊണ്ട് ജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല, അത്രയും കഷ്ടപ്പാടുണ്ട്. ആ ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയിലാണ് നമുക്ക് ശ്രീത്വം വിളങ്ങുക. അപ്പോൾ മറ്റുള്ള ചിന്തകളൊക്കെ രജോ ഗുണമായിരിക്കുന്ന സകല ചിന്തകളും ഇല്ലാതെ കണ്ടായിത്തീരുമ്പോഴാണ് എന്തൊക്കെ സ്വാർത്ഥതകളുണ്ടോ ആ സ്വാർത്ഥമായിരിക്കുന്ന ചിന്തകളെ മുഴുവനും വെടിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ശരിയായിരിക്കുന്ന ജ്ഞാനം പ്രകാശിക്കും. അപ്പോഴും അസുരന്മാരായിരിക്കുന്ന അഹങ്കാരം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. അഹങ്കാരം, ഞാൻ എന്തൊക്കെയോ അറിഞ്ഞു, എനിക്ക് എന്തൊക്കെയോ അറിയാം, ഭാഗവതം എനിക്കറിയാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ലേ ഇവിടെ ഇരിക്കുക. ഞാൻ ഭാഗവതമൊക്കെ പഠിച്ചു കഴിഞ്ഞു, അത്ര ഇതൊക്കെ എനിക്ക് എത്രയോ അറിയാം എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കറിയും. നാരായണിയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിലൊന്നും പഠിക്കാനൊന്നുമില്ല, ഇനി എന്തെങ്കിലും മേൽപ്പത്തൂര് രണ്ടാമത് എഴുതിയിട്ട് വേണം, അങ്ങനെയാണ് ഇനി പഠിക്കാനുള്ളൂ, അതിൻ്റെ അപ്പുറത്തെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ചിന്തയോടുകൂടി കുറേ ആൾക്കാരെ നമുക്ക് കാണാം. ഇതൊക്കെ എന്തുണ്ടാവണം? ഇതൊക്കെ വലുതായിരിക്കുന്ന നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്കൊന്നും പിടികിട്ടിയിട്ടില്ല എന്നർത്ഥം, അല്ലേ? അല്പം പോലും പഠിക്കാൻ പോകുന്നു. രാജചേച്ചി നാളെ പറഞ്ഞ അങ്ങനെയാണ്, ഞാൻ ഒന്ന് പഠിച്ചു നോക്കുകയാണ്, പറ്റുമെന്ന് അറിയില്ല എന്നുള്ള രാജചേച്ചിയുടെ വാക്ക്. അതാ അതിൻ്റെ സത്യം, അല്ലേ? സ എന്ന അക്ഷരം വെച്ചിട്ടാണ് ഇത്ര ഉണ്ട് എൻ്റെ കയ്യിലൊരു ഗ്രന്ഥം. അപ്പോൾ സാന്ദ്രാനന്ദാവുന്ന ബോധം എന്നുള്ളതിൻ്റെ സ വെച്ചിട്ടാണ് എത്ര ഉണ്ടെങ്കിൽ മറ്റുള്ള അക്ഷരങ്ങൾ എത്രയാണെന്ന് ആലോചിച്ചാൽ പോരെ. ഇപ്പം നമ്മൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? നാരായണി എന്ന് പറഞ്ഞാൽ അതെടുക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല. അപ്പോൾ എത്രയോ ദൂരെയാണ് നമ്മൾ. എന്നിട്ടും ഇതെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോൾ മേൽപ്പത്തൂരില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കണം. ഉണ്ടെങ്കിൽ അങ്ങനെ തലക്കടിച്ച് വന്നേനെ നമ്മളെ. അപ്പോൾ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. അദ്ദേഹം ബലരാമസ്വാമിയുടെ അവതാരമാണ്, അല്ലേ? ഗുരുവായൂരപ്പനെ കണ്ടെഴുതിയതാണ്. ഭാഗവതമാണെങ്കിലോ ഭാഗവതം സമാധിയിൽ കണ്ടെഴുതിയതാണ്, അല്ലേ? അപ്പം ഇതിൻ്റെയൊക്കെ മഹിമ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതൊന്നും കയ്യിലെടുക്കാൻ പോലും യോഗ്യത നമുക്കില്ല. നമുക്ക് എന്ത് ജ്ഞാനമുള്ളത്? യാതൊന്നുമില്ല. അജ്ഞാനത്തിൽ മൂടിക്കിടക്കണം. നമുക്ക് ഒരിക്കലും ഇതൊക്കെ കയ്യിലെടുത്ത് നമുക്ക് ഏതോ ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് നമ്മുടെ കയ്യിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ അറിയപ്പെടണത്, അല്ലേ? നമുക്കിങ്ങനെ ജീവിക്കണത് പോലും ഈ ഭാഗവതം മുമ്പിലുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വിലയിരിക്കണു? ആരും നമ്മളെ മൈൻഡ് ചെയ്യണു? ഇപ്പോൾ എല്ലാത്തിനും കാരണമായിട്ട് ഭഗവത് സ്വരൂപം തന്നെ ഭാഗവത സ്വരൂപിയായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ്. അത് മറന്നിട്ട് എൻ്റെ മിടുക്കൊണ്ട ഭാഗവതം ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ശരിയാവില്ല എന്നർത്ഥം. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കുമ്പോഴേക്കും ഇന്ദ്രിയങ്ങളൊക്കെ ഞങ്ങളാണ് പഠിപ്പിച്ചത്, ഞങ്ങളാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറയും. ദേവീഭാഗവതത്തിൽ അല്ലെങ്കിൽ കേനോപനിഷത്തിൽ ഒരു കഥ പറയാറുണ്ട്. സാധാരണ ദേവീഭാഗവതത്തിൻ്റെ അവസാനത്തിൽ ഒരു യക്ഷം അവിടെ വന്നു അത്രേ. ദേവന്മാരൊക്കെ പാടെ കൂടി സഭ കൂടി അവർ വിചാരിച്ചു യുദ്ധത്തിലൊക്കെ ജയിക്കണതൊക്കെ ഞങ്ങളുടെ മിടുക്കാണെന്ന് പറഞ്ഞ് അങ്ങനെ
അവരങ്ങനെ അഹങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഒരു യക്ഷം പൊങ്ങി വന്നു. നല്ലൊരു സുന്ദരിക്കുട്ടി പൊങ്ങി വന്നപ്പോൾ വേഗം തന്നെ ഇന്ദ്രൻ പറഞ്ഞയച്ചു, അഗ്നിയെ പറഞ്ഞയച്ചു. ചെന്നിട്ട് അത് ആരാന്ന് അന്വേഷിച്ചിട്ട് വരും, ആ സുന്ദരിക്കുട്ടി ആരാന്ന് അന്വേഷിച്ചിട്ട് വരൂ. അഗ്നി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയോ, ഞാനാണ് ജാതവേദസ്. ഈ പ്രപഞ്ചത്തിനെ മുഴുവനും ഒരു നിമിഷം കൊണ്ട് ചാമ്പലാക്കാൻ എനിക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യക്ഷം എന്ത് ചെയ്തെന്നറിയോ, ഒരു പുൽക്കൊടി മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. എന്നാൽ ഇതിനൊന്ന് കത്തിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്ന് പൊട്ടിച്ചിരിച്ചു, പുൽക്കൊടി കത്തിക്കാനോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ദാഹശക്തി മുഴുവൻ നോക്കിയിട്ടും അതിനൊന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. ആ അഗ്നി തോറ്റ് ഇന്ദ്രൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വായു പറഞ്ഞു, നിനക്കല്ലേ പറ്റാത്തത്, ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. വായു എന്നിട്ട് പറഞ്ഞു, മലയും കൂടി ഞാൻ ഇളക്കി കളയും, എന്നിട്ടല്ലേ, അത്രയും ശക്തിമാനാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ പുൽക്കൊടിയൊന്ന് അങ്ങോട്ട് മാറ്റിയിടാമോ എന്ന് ചോദിച്ചു. അത്രേ വായു നോക്കിയിട്ടും പറ്റണില്ല എന്നാണ്. അവസാനം വായുവും ചെന്ന് പറഞ്ഞു, ഇന്ദ്ര, എന്നെ കൊണ്ട് പറ്റണില്ല പുൽക്കൊടി ഒന്ന് മാറ്റാൻ. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, എന്നാ എൻ്റെ വജ്രായുധമായിട്ടൊക്കെ ഞാൻ ചെല്ലാം, അപ്പൊ പിന്നെ സമ്മതിക്കാണ്ട് പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ എന്തായി, യക്ഷത്തിനെ കൂടി കാണാണ്ടായി. അപ്പോഴാണ് ഇന്ദ്രന് മനസ്സിലായത്, ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും എന്തിനെ അറിയാൻ പറ്റില്ല, ഈ സത്യവസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് മനസ്സിലായത്. ഇനി അതിനെ കാണണേന്ന് പ്രാർത്ഥിച്ചപ്പോ ഉമയായിട്ടതാ മുമ്പില്, ഉമാ ബ്രഹ്മവിദ്യ എന്നാണ്, ആ ബ്രഹ്മവിദ്യയായിരിക്കുന്ന ഉമതാ മുമ്പിൽ പ്രത്യക്ഷമായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ യോ അന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം, അല്ലേ, ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവനും കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും ചിന്തിക്കാൻ പറ്റുന്നതും ഉറപ്പിക്കാൻ പറ്റുന്നതും എല്ലാം ഉള്ളിൽ ഈ പ്രകാശം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അഹങ്കരിക്കരുത് എന്നാണ്. ആ ഇന്ദ്രിയങ്ങളാണ് ഇവിടെ അമൃതകലശം തട്ടിക്കൊണ്ടുപോയി അസുരന്മാരായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അത് തട്ടിക്കൊണ്ടുപോയപ്പോ ഭഗവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്ദ്രിയങ്ങളെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല വിദ്യ എന്താണ്, അവിടുത്തെ മായാപ്രയോഗം തന്നെ. അവിടുന്ന് തന്നെ സ്വയമേവ മായ അവിടുത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. യോഗമായാമുപാശ്രിത, അല്ലേ, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, യോഗമായായിട്ട് എപ്പോഴും ഭഗവാനെ ആശ്രയിച്ചിരിക്കണു. ആ ഭഗവാൻ തന്നെ വീണ്ടും മായാസ്വരൂപിണിയായിട്ട് മാറി. യോഷിത് രൂപം അനിർദ്ദേശ്യം ദദാര പരമാത്ഭുതം. ഇന്നലെ കേട്ട അത്ഭുതം എന്തായിരുന്നു, അത്യത്ഭുതം രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ശ്രീശബ്രഹ്മർഷി ഇന്നലെ അങ്ങനെ പറഞ്ഞു, അത്യത്ഭുതം രൂപമുദ്വഹൻ. ഇപ്പൊ എന്ത് പറഞ്ഞു, പരമാത്ഭുതം. ഗുരുവായൂരപ്പന്റെ രൂപം എന്താണ്, അത്യത്ഭുതം അല്ല, പിന്നെ എന്താണ്, പരമാത്ഭുതം. ഇനി വൈകുന്നേരം ആകുമ്പോൾ ആഴ്ചേച്ചി മാറ്റി പറയും, അത് രണ്ടും അല്ലാട്ടോ. പിന്നെ തമത്ഭുതം ബാലകമം ഭുജേക്ഷണം. അതാണ് ഗുരുവായൂരപ്പന്റെ രൂപം. ഏത് അത്ഭുതമാണെന്ന് പറയാൻ പറ്റില്ല. അത്ഭുതം 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 എന്നല്ലാതെ കൊണ്ട് ഇന്ന മാതിരി എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. അതാ ശ്രീശബ്രഹ്മർഷി ഇങ്ങനെ മാറ്റി മാറ്റി പറയാനുള്ള കാരണം എന്താ, ഇന്ന മാതിരിയാണെന്ന് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. ത്രിഭുവന സുന്ദരാന്ന് വിളിച്ചു ഭീഷ്മര്. പക്ഷേ ഗോപികമാര് പറഞ്ഞു, ത്രിഭുവന സുന്ദരനൊന്നല്ല, ശ്യാമസുന്ദരാ തേ ദാസ്യ എന്ന് പറഞ്ഞപ്പോ ആ രുക്മിണി ദേവി പറഞ്ഞു, പിന്നെ ശ്യാമസുന്ദരനും ത്രിഭുവന സുന്ദരനും എന്നല്ല, ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദരാ ശൃണ്വതാം തേ. അവിടുന്ന് ആരാണ്, ഭുവനസുന്ദരനാണെന്നാണ്, അല്ലേ. ഇങ്ങനെയാണ് ഓരോരുത്തരും ഓരോ രൂപത്തിലാണ് ഈശ്വരനെ കാണുക. എങ്ങനെ പറഞ്ഞാലും അതെല്ലാം സത്യമാണ്. ത്രിഭുവന സുന്ദരനാണെങ്കിലും ശ്യാമസുന്ദരനാണെങ്കിലും ഏത് ഭുവനസുന്ദരനാണെങ്കിലും സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം കൃഷ്ണാദി വിഷ്ണു വിഭോ എന്നല്ലാതെ കണ്ട് വേറെ ഒന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല. സൗന്ദര്യോത്തരതോപി അപി 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 എന്ന് പറഞ്ഞ് അദ്ദേഹം എത്ര എഴുതി ചേർത്തതല്ലേ. നമുക്ക് ആ ശ്ലോകമൊക്കെ അറിയാം. ഇപ്പൊ ഗുരുവായൂരപ്പനെ എങ്ങനെ വർണ്ണിക്കാൻ സാധിക്കും, പറ്റില്ല എന്നാണ്. ഇവിടെയും ആ സൗന്ദര്യത്തിന്റെ മകുടമായിരിക്കുന്ന അതിസുന്ദരമായിരിക്കുന്ന രൂപമായിട്ടതാ മോഹിനി രൂപമായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് മാത്രമല്ല, അസുരന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നോടുകൂടി അവര് ഇത്ര നാൾ കഷ്ടപ്പെട്ടിട്ട് തട്ടിയെടുത്ത മുതലാണ്, എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ല. അതവിടെ മാറ്റിവെച്ചു. കത്വം കഞ്ചബലാസാക്ഷി കുതോവാക്യം ചികീർഷസി, നീ ആരാ, ഇവിടെ നിന്ന് വരണു, എൻ്റെ അച്ഛൻ ആരാ, അമ്മ ആരാ, ഏത് കുലത്തിൽപ്പെട്ടതാ, ഏത് കൊളയിലാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ച് അങ്ങോട്ട് ചെന്നോടുകൂടി ഭഗവാൻ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ പുരുഷന്മാർ തുറച്ചു നോക്കിയാൽ എങ്ങനെയാന്നുള്ള മട്ടില് ഭഗവാൻ പറഞ്ഞു, അതേ കഥം കശ്യപദായാതാ പുംശല്യാം മയി സംഗത വിശ്വാസം പണ്ഡിതോ ജാതു കാമിനീഷു നയാദിഹി. നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാര്
ഞങ്ങളെന്നും വിശ്വസിക്കാറില്ല. ഞാൻ ഈ പുംശ്ശേരി വർഗത്തിൽ പെട്ടതാ. ആര് വിളിച്ചാലും പോവത്രേ. ഇപ്പൊ ഒരു ഗജേന്ദ്രൻ വിളിച്ചിട്ട് പോയിട്ട് വന്നോളൂ. ആര് വിളിച്ചാലും ഓടിപ്പോണ ഒരു സൈസാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാര് എന്നെ ഒന്നും വിശ്വസിക്കാറ് പതിവില്ല എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ കൂടുതൽ വിശ്വാസമായി. അപ്പ കണ്ട പെണ്ണിനോട് എന്തെന്നില്ലാത്തൊരു മോഹം പോരെ. ഇതാണ് മായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ അങ്ങനെയാണ്. ഹണി ട്രാപ്പിൽ പെട്ട എത്ര വലിയ വലിയ ആൾക്കാരാ വന്ന് വീണതല്ലേ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴേക്കും എന്താണെന്നറിയില്ല, നമ്മൾ തമ്മിൽ എന്തോ കഴിഞ്ഞ ജന്മത്തിലെ ബന്ധമാണെന്നാ തോന്നണത്. എന്തായാലും ഫോൺ നമ്പറൊക്കെ തന്നോളൂ കേട്ടോ. ആപ്പൊക്കെ ഇല്ല കയ്യിൽ, പിന്നെ എല്ലാ ആപ്പും ഉണ്ട്. ആപ്പ് വയ്ക്കാനാണ് ഞാൻ വന്നിരിക്കണത് അല്ലേ. ഇങ്ങനെ ആപ്പിൽ വീഴുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു. ഇതാണ് മായ. ഈ മായയിൽ നമ്മൾ പെട്ടുപോണു അല്ലേ. ആ മായയിൽ പെട്ടുപോയാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല. എത്രയോ കാലം കഷ്ടപ്പെട്ടിട്ട് നേടിയതാണ് ഈ അമൃത്. ആ അമൃതനെ എന്ത് ചെയ്തു? ആ മായയാകുന്ന ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. നീ തന്നെ വിളമ്പി തന്നാൽ മതി. ഭഗവാൻ പറഞ്ഞു, എനിക്ക് വിളമ്പാനൊന്നും അറിയില്ല, ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. തവി എടുത്ത് ശീലമില്ല അത്ര കണ്ണിന്. ഇതൊന്നും ശീലമില്ല, എല്ലാം തട്ടിത്തെറിപ്പിച്ച് മാത്രമേ അവിടത്തേക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കഥ പറയാറുണ്ട്. സാധാരണ ഒരു ഗുരുനാഥൻ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പ്രസാദം എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യൻ ചോദിച്ചു, അല്ല ഗുരുനാഥ, ഈ ഗുരുവായൂരപ്പൻ കൊടുക്കും പോലെ കൊടുക്കണോ അതോ മനുഷ്യർ കൊടുക്കണ പോലെ കൊടുക്കണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഈശ്വരൻ കൊടുക്കും പോലെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ചിലവർക്ക് തീശ കൊടുക്കും, ചിലവർക്ക് കുറെ കൂടുതൽ കൊടുക്കും, ചിലവർക്ക് കൊടുക്കില്ല, ചിലവർക്ക് എന്ത് ചെയ്യും, കഴിക്കാനെടുക്കുമ്പോൾ തട്ട് വെച്ച് കൊടുക്കും. ഇങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോവത്ര. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആകെ ബഹളമായി. എനിക്ക് കിട്ടിയില്ല, അയക്ക് കൊടുത്തത് കഴിക്കാൻ പറ്റിയില്ല, തട്ടി കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ബഹളമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഗുരുനാഥനോട് വന്ന് പരാതി പറഞ്ഞു അത്ര. ഗുരുനാഥ, ഞങ്ങൾക്കൊന്നും പ്രസാദം കിട്ടില്ല, ചിലവർക്ക് കുറച്ച് കൊടുത്തു, ചിലവർക്ക് കൂടുതൽ കൊടുത്തു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ശിഷ്യനെ വിളിച്ചു, ശിഷ്യ അങ്ങോട്ട് വരൂ, നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കണേ? പ്രസാദം എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞില്ലേ? അല്ല, ഞാൻ ഗുരുനാഥനോട് ചോദിച്ചില്ലേ, ഗുരുവായൂരപ്പൻ കൊടുക്കും പോലെ കൊടുക്കണോ മനുഷ്യർ കൊടുക്കും പോലെ കൊടുക്കണോ എന്ന് ചോദിച്ചില്ലേ? ഗുരുവായൂരപ്പൻ കൊടുക്കും പോലെ കൊടുക്കാൻ പറഞ്ഞില്ലേ? ഗുരുവായൂരപ്പൻ ഇങ്ങനെയല്ലേ കൊടുക്കുക എന്ന് ചോദിച്ചു അത്ര. ചിലവർക്ക് കൂടുതൽ കൊടുക്കും, ചിലവർക്ക് ഒട്ടും കൊടുക്കില്ല, അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ചെയ്യാന്ന് പറഞ്ഞു. ആ ഗുരു വേഗം തന്നെ ആ പാദങ്ങൾ വീണ്ടും നമസ്കരിച്ചു. ഇന്ന് മോൾക്ക് നീ ഗുരു, ഞാൻ ശിഷ്യ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ കിട്ടിയ മുതലിനെ എത്രയോ കാലം കഷ്ടപ്പെട്ട് കിട്ടിയതായിരിക്കുന്ന ഈ സാധനത്തിന് എന്ത് ചെയ്തു? ആ മായയാകുന്ന സാധനത്തിനെ കണ്ടപ്പോൾ അതിൻ്റെ മുമ്പിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് നീ വിളമ്പി തന്നാൽ മതി. ഭഗവാൻ പറഞ്ഞു, എനിക്ക് വിളമ്പാനൊന്നും അറിയില്ല, ഞാൻ വിളമ്പിയാൽ ചിലവർക്ക് എന്ത് ചെയ്യും, കിട്ടും, ചിലവർക്ക് കിട്ടിയില്ല എന്ന് വരും, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എന്നും ഭഗവാൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ കർമ്മത്തിനനുസരിച്ച്, നമ്മുടെ മനസ്സിനനുസരിച്ചിട്ട്, നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിട്ട്, നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് എന്ത് തരിക? ഭഗവാൻ തരിക അല്ലേ. അല്ലാണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ നമ്മളൊക്കെ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ഒരേപോലെ അനുഗ്രഹം അതൊരിക്കലും ഗുരുവായൂരപ്പൻ തരുന്നു വിചാരിക്കേണ്ട. ഇതേപോലെയാണ് ഈ ശിഷ്യൻ പ്രസാദം കൊടുത്തതുപോലെയാണ് ഭഗവാൻ തരിക. ചിലവർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ അങ്ങേയറ്റത്തിരിക്കുന്ന ആൾക്കാർക്കും കിട്ടുക അല്ലേ. ഇവിടെ മുമ്പിലിരിക്കുന്നവർക്ക് കണ്ടുമൂന്നേ നടിച്ചൊന്നും ഇല്ല, ഭഗവാന്റെ നോട്ടം അടുത്ത് ആ പുറയിലിരിക്കുന്ന ആൾക്കായിരിക്കും. അവിടെ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിലും അയാൾക്ക് അനുഗ്രഹം കിട്ടിയെന്ന് വരും. മുമ്പിൽ കണ്ണും വിളിച്ചിരുന്നാലും ആൾക്ക് കിട്ടിയെന്ന് വരില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈശ്വരൻ എങ്ങനെയാണ്, ആർക്കാണ്, എന്തൊക്കെയാ കൊടുക്കുക, അതെത്ര ഭംഗിയായിട്ടാ ഭാഗവതം പറഞ്ഞു തന്നല്ലേ. ഇപ്പം ഈ കഥകളെ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെന്നർത്ഥം. അല്ലാണ്ട് ഏതോ ആർക്കോ എന്തോ കൊടുത്തു എന്നുള്ളതല്ല. നമുക്ക് എങ്ങനെയാണ് ഈശ്വരാനുഗ്രഹം കിട്ടുക? നമുക്ക് അർഹത ഉണ്ടാവണം അതിന് അല്ലേ. ഭഗവാന്റെ ആ കൃപ നമുക്ക് കിട്ടണമെങ്കിൽ, പ്രസാദം കിട്ടണമെങ്കിൽ നമുക്ക് അതിനുള്ള അർഹത നേടണം. ആ അർഹത നേടാൻ എന്ത് വേണം? അതിനാണ് പരിപൂർണമായിരിക്കുന്ന ശരണാഗതി. നമുക്കില്ലാണ്ട് പോയത് എന്താണ്? ഈ ശരണാഗതി നമുക്കില്ല. അതുകൊണ്ട് പരിപൂർണമായിരിക്കുന്ന അനുഗ്രഹം നമുക്ക് കിട്ടാണ്ടേ ആവണം. ഇവിടെ ആ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരെ കൂടി വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുശേഷു പ്രാവിശൽ സർവേ ഭാഗേഷു അഭിഭൂഷിത, കിഴക്കോട്ട് ദർഭപ്പുല്ല് തല വിരിച്ചുകൊണ്ട് അതിൽ ദേവന്മാരെയും അസുരന്മാരെയും രണ്ട് കൂട്ടരെയും ഇരുത്തി ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ഒരു ധ്യാനം ഇവിടെ പറയുന്നുണ്ട്. സാ കൂജതി കനകം നൂപുര ശിഞ്ചിതേന കുംഭസ്തനി കലശപാണിരഥാ വിവേശ താം ശ്രീസഖീം കനകകുണ്ടല ചാരുകർണനാസാ കപോലവദനം പരദേവതാഖ്യാം സംവീക്ഷ്യ സമ്മുരുഹുൽ സ്മിത വീക്ഷണേന ദേവാസുരാ വികളിതാ സ്തനപട്ടികാന്താം. അതിമനോഹരമായിട്ട് അങ്ങനെ ധാരാളം പൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് അവിടുത്തെ ആ കേശത്തിൽ. അതേപോലെ ധാരാളം അരമണികൾ, കിങ്ങിണികൾ, വളകൾ, മോതിരങ്ങൾ, ആ പാദസരങ്ങൾ എല്ലാം അണിഞ്ഞിട്ടുണ്ട്. ദിവ്യമായിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട് ഭഗവാൻ ദാ തൻ്റെ രണ്ട് കൈയും കൂടി ആ അമൃത കലശം എടുത്തുകൊണ്ട് വരുന്ന ആ വരവ് എത്ര ഭംഗിയായിട്ടാണ്. തൻ്റെ മനോമുഖരത്തിൽ
കണ്ടുകൊണ്ടാണ് ശ്രീശോ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ തൻ്റെ ശരീരങ്ങളൊക്കെ പതുക്കെ അനക്കിക്കൊണ്ട് ആ മനോഹരമായിട്ട് കടാക്ഷങ്ങളെങ്ങനെ പൊഴിച്ചുകൊണ്ട് ആ കണ്ണുകളാണെങ്കിൽ ജലത്തിൽ ഓടുന്ന വെള്ളം പോലെ ഇങ്ങനെ പറയില്ലേ, ലളിതാ സഹസ്രനാമത്തിൽ പറയും. അതേപോലെ ആ അമ്മയുടെ കണ്ണുകളെങ്ങനെ വെള്ളത്തിൽ ഓടുന്ന മത്സ്യങ്ങൾ അങ്ങോട്ട് ഓടുന്ന പോലെ അമ്മയുടെ കണ്ണുകൾ അങ്ങനെ ഓടുന്നതാണ്. അതേപോലെയാണ് ഇവിടെയും ആ മായാമോഹിനിയായിരിക്കുന്ന ഭഗവാന്റെ കണ്ണുകളെങ്ങനെ കരുണാകടാക്ഷം പൊഴിച്ചുകൊണ്ട് തന്നെ ആശ്രയിച്ചവരെ മുഴുവനും തൻ്റെ തൃക്കടാക്ഷങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആ കുടം ആ കലശം ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ അനങ്ങി ഇങ്ങനെ വരുമ്പോൾ കിലുകിലും 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 അല്ല കൃഷ്ണ 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 ആ ശബ്ദം ഇങ്ങനെ കേൾക്കാം. അതെങ്ങനെ നെത്രൈ ശ്രോത്രയിച്ച പീത്വ എല്ലാവരും ദേവന്മാരും അസുരന്മാരും ഒരേപോലെ അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തുറച്ചു നിൽക്കുക. ഇനി ഒന്നും കാണേണ്ടതില്ല. ഏതൊന്ന് കണ്ടാലാണോ മറ്റൊന്നും കാണേണ്ടതില്ലാത്തത് ആ സച്ചിദാനന്ദ രൂപത്തിനെ കൺകുളുക്കെ നേത്രൈ ശ്രോത്രൈച്ച പീത്വ കണ്ണുകൊണ്ടും കാതുകൊണ്ട് അവിടുത്തെ അരമണികളുടെയും പാദസരങ്ങളുടെയും വളകളുടെയും ആ ശബ്ദം അങ്ങനെ കേട്ടുകൊണ്ട് കണ്ണുകൊണ്ട് ആ രൂപത്തിനെ ഉള്ളിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല അമൃത് അല്ലേ, അവർ സേവിച്ച അമൃത് ഏതാണ്? ഗുരുവായൂരപ്പനാകുന്ന അമൃതിനെ വാരി കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് തോന്നി അസുരന്മാർ അങ്ങനെ ഇപ്പം എന്നെ കുടിക്കണ്ടെന്ന് തോന്നി. ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ കണ്ണ് കണ്ടാലേ എനിക്ക് പേടിയാവണു. കണ്ണ് മാത്രമല്ല, വായ അങ്ങോട്ട് പൊളിച്ചാൽ ദംഷറയൊക്കെ പുറത്തേക്ക് ചാടിയിട്ട് ഭഗവാൻ പറയാ, ഇത് കണ്ടാൽ എങ്ങനെ ഇപ്പം വിളമ്പി തരിക, അതുകൊണ്ട് കണ്ണടച്ചിരുന്നോളൂ, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അസുരന്മാരെല്ലാം കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ ആശ്രയിച്ച ദേവന്മാർക്കെല്ലാം ഭഗവാൻ മനോഹരമായിട്ട് അമൃതം അങ്ങനെ വിളമ്പി കൊടുത്തു. അവർക്കെല്ലാം തൻ്റെ അനുഗ്രഹം. ഭാഗവതം പറയാം, ആ കഷ്ടപ്പാടുകൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു ഗുരുവായൂരപ്പനെ കിട്ടാൻ, ആ ജ്ഞാനം കിട്ടാൻ വേണ്ടി, ആ ശ്രീത്വം നേടാൻ വേണ്ടി എന്തെന്നില്ലാതെ കഷ്ടപ്പെടുക മാത്രമല്ല ഭഗവാനെ തന്നെ പരിപൂർണമായിട്ട് ആശ്രയിച്ചു. ഗുരുവായൂരപ്പ, ഏതൊരു ശ്രീത്വമാണോ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാക്കി തരണത്, ആ ശ്രീത്വം നേടാൻ അവിടുത്തെ കാരുണ്യം ഉണ്ടാവണേ, അവിടുത്തെ കാരുണ്യം ഉണ്ടാവണേ. ഹരി ജഗന്നാഥൻ പരനാരായണൻ അരികത്തുണ്ടല്ലോ തുണയായെപ്പോഴും. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ആ കണ്ണനെ തന്നെ വിളിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാം ഭഗവാൻ വേണ്ട മാതിരി പ്രസാദം അങ്ങനെ കൊടുത്തു. ഭാഗവതം നമ്മളോട് പറയാം, ഇതുപോലെ ആശ്രയിച്ചോളൂ ഗുരുവായൂരപ്പനെ. ഗുരുപവനപുരാധീശം ഏവാശ്രയാമ, മുറുകെ പിടിച്ചോളൂ എന്നാണ്. ആ പാദങ്ങളെ അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഭഗവാൻ കാല് കുടഞ്ഞ് കളയില്ല, എന്തായാലും നമ്മളെ രക്ഷിക്കാണ്ടിരിക്കില്ല. നമുക്ക് വേണ്ടത് എന്താണോ, ശ്രീത്വം മാത്രമല്ല അമൃതത്വം മാത്രമല്ല, എന്ത് വേണം? ആ ആത്മാനം. ആ ചിന്തിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കുന്ന കരുണാവാരിധിയാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ തന്നെ തരും ഭഗവാൻ. ഒന്ന് മാത്രം മതി, പരിപൂർണമായിട്ട് ആശ്രയിക്കുക. ആ അസുരന്മാർക്ക് കൊടുക്കാതെ കണ്ട് ദേവന്മാർക്കെല്ലാം കൊടുത്തു. ഒരാൾ മാത്രം, സ്വർഭാനു മാത്രം ഒന്ന് പതുക്കെ ഒന്ന് തുറന്നു നോക്കി. എത്ര നേരമായി കണ്ണാ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണു, അവിടുത്തെ പ്രസാദത്തിന് വേണ്ടി. അവൻ ഇത്തിരി ഭാഗ്യം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മിടുക്ക. അതുകൊണ്ട് കണ്ണാ എനിക്ക് തരില്ലേ പ്രസാദം എന്നുള്ള മട്ടിലാണ് വേഗം ദേവന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് മാറിയിരുന്നു. സൂര്യേന്ദ്രന്മാരുടെ നടുക്കിരിക്കുമ്പോഴേക്കും അമൃത് കിട്ടുകയും ചെയ്തു. ഭഗവാന്റെ കൈനെ കൊണ്ട് അല്പമെങ്കിലും മതി അല്ലേ, ആ പ്രസാദം കിട്ടിയോണ്ടാണ് നമ്മളൊക്കെ ഇതാ ഇന്നിവിടെ കണ്ണുമിഴിച്ചിരിക്കാനുള്ള കാരണം. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാ. ഇല്ലെങ്കിൽ എന്തായിരിക്കും, അമ്മയുടെ ഉദരത്തിൽ വെച്ചേ നമ്മൾ ചാപ്പിള്ളയായി പോകേണ്ടതായിരുന്നു. അതില്ലാതെ കൊണ്ട് ഇത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ 60, 70, 80 വയസ്സൊക്കെ നമ്മൾ ഇരിക്കണില്ലേ. ഇതിരിക്കണമെങ്കിൽ ഇപ്പോഴും നമുക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, കാഴ്ചശക്തിയുണ്ട് അല്ലേ, എല്ലാം നമുക്കുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ മഹാകൃപ തന്നെയാണ്. ആ കൃപയ്ക്കാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നും ആ സ്വർഭാനു സൂര്യചന്ദ്രന്മാരുടെ നടുക്ക് പോയിരുന്നു. ഭഗവാന്റെ ഒരു കൃപ ഒരല്പമാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയോടുകൂടി അസുരനാണെന്ന് കാണിച്ചു കൊടുത്തു. ഭഗവാൻ തൻ്റെ സുദർശനം കൊണ്ട് തന്നെ അവനെ രണ്ടാക്കി മാറ്റി എന്നാണ്. അതോടുകൂടി ആ രാഹുകേതുക്കളായിട്ട് മാറി, നവഗ്രഹങ്ങളായിട്ട് മാറി, അതിൽ സ്ഥാനം കൊടുത്തു അല്ലേ. അല്ലെങ്കിൽ ഒരു അസുരനാണെങ്കിൽ നമ്മൾ ഓർക്കില്ല. ആ ഭഗവാന്റെ അനുഗ്രഹം വരിക കാരണം എന്തായി, ദേവന്മാരുടെ കൂട്ടത്തില്, ഗ്രഹങ്ങളുടെ കൂട്ടത്തില് മുഖ്യമായിരിക്കുന്ന സ്ഥാനങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. അതാ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം. ഏത് രൂപത്തിലാണ് നമ്മളെ ഉയർത്തുക എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് വിചാരിക്കും ഏറ്റവും താഴ്ന്ന നിലയാണെങ്കിലും
നമ്മളെ ഏത് പ്രകാരത്തിലാണ് ഭഗവാൻ ഉയർത്തുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അസുരന്റെ ഗണത്തിൽപ്പെട്ടതാണെങ്കിൽ കൂടി അവന് കൂടി ഏറ്റവും ഉയർന്ന സ്ഥാനം കൊടുത്തില്ലേ? ലോകം മുഴുവനും ആരാധിക്കുന്ന എല്ലാവരെയും പിടിക്കാൻ പാകത്തിന് ഒരു സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചു. അപ്പോ നമ്മുടെ കഥയും അങ്ങനെ തന്നെയാണ്. ഏറ്റവും താഴ്ന്ന നിലയാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ ഓരോരുത്തരും അയ്യോ ഇതൊന്നും എനിക്കറിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഭഗവാനെ തന്നെ ആശ്രയിച്ചാൽ മതി. എന്തേ കിട്ടാത്തതൊക്കെയും അലഭ്യം പ്രസന്നേ ശ്രീനികേതനേ. പ്രഹ്ലാദൻ ചോദിക്കണ വാക്കതാണ്, എന്തേ കിട്ടാത്തതെന്നാണ്. എന്തും തരും ഭഗവാൻ, കിട്ടാത്തതായിട്ടൊന്നുമില്ല. ആ ശരണാഗതി മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു. അതോടുകൂടി കർമ്മഫലദാതാവായിരിക്കുന്ന ഭഗവാൻ ദേവന്മാർക്ക് മുഴുവനും അവരുടെ കർമ്മത്തിൻ്റെ ആ സൽക്കർമ്മത്തിൻ്റെ ഫലം വേണ്ട മാതിരി കൊടുത്തു. അതോടുകൂടി ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദേവന്മാർക്ക് ആ അനുഗ്രഹത്തിനെ കൊടുത്തു, അവർക്കെല്ലാ ഐശ്വര്യങ്ങളെയും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതങ്ങോട്ട് അറിഞ്ഞു മഹാദേവന് എന്തെന്നില്ലാത്തൊരു മോഹം തോന്നി. കൈലാസത്തിലിരിക്കുന്ന മഹാദേവന് ഭഗവാൻ എടുത്തതായിരിക്കുന്ന ഏതേത് അവതാരം എടുത്താലും മഹാദേവനാണ് മുമ്പിൽ വരിക. അന്ന് ഇനിതാ കൃഷ്ണാവതാരം ബ്രഹ്മാവൻ ചെന്ന് പറയണു, ഭഗവാൻ അവതരിക്കാൻ പോണു. വസുദേവ ഗ്രഹേ സാക്ഷാൽ ഭഗവാൻ, വസുദേവയുടെ ഗ്രഹത്തിലിതാ സാക്ഷാൽ ബ്രഹ്മം ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കണു. ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആ ഭഗവാനെ സേവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന ആള് മഹാദേവന. എന്ത് പറഞ്ഞാന്നറിയോ? വേണുഗോപാലന്റെ തൃക്കര താരിലെ വേണുവായി തീരാൻ കഴിയുമെങ്കിൽ ശ്രീയുമാരോഗ്യവും ഭക്തർക്കു നൽകുന്ന ശ്രീപാദരേണുവായി തീരുമെങ്കിൽ എങ്കിലൻ ജീവിതം ധന്യമായി തീർന്നിടും, എങ്കിലൻ ജീവിതം സഫലമാകും. വേണുഗോപാലന്റെ തൃക്കര താരിലെ വേണുവായി തീരാൻ കഴിയുമെങ്കിൽ ആ മഹാദേവന് ആ ഡ്യൂട്ടി കൊടുത്തു. എന്നാ അങ്ങ് ഓടക്കൊള്ള ആയിക്കിരുന്നോളൂ. ഇപ്പം എന്താ, ഭഗവാൻ ഒരു സമയത്ത് പോലും ഓടക്കൊള്ളു മാറ്റി വെക്കില്ല അല്ലേ? അരയിലോ തലയിലോ കക്ഷത്തിലോ എവിടെയെങ്കിലും എപ്പോഴും ഉള്ളിയോട് കൂടി അല്ലാതെ കണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റില്ല. മഹാദേവനില്ലാതെ കണ്ട് ഗുരുവായൂരപ്പനില്ല എന്നർത്ഥം. സദാസമയത്തും അതിങ്ങനെ കൊണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ ആ മഹാദേവന് ഭഗവാൻ എടുത്ത ഏത് അവതാരം എടുത്തു എന്ന് കണ്ടാലും മഹാദേവൻ ഓടി വരും. എനിക്ക് കാണണം എന്നുള്ള മട്ടിൽ നാരദ മഹർഷി എന്ന് വിവരം അറിയേണ്ട താമസം തൻ്റെ പാർവതിയോടും ഗണപതിയോടും മുരുകനോടും ഭദ്രകാളി ദേവിയും എല്ലാവരും ഉണ്ട്. കൈലാസം ഒന്നടങ്കം വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. ഭഗവാൻ ചോദിച്ചു, എന്താ മഹാദേവ ഇന്നിവിടെ പിറന്നാളൊന്നുമില്ലല്ലോ, എന്താണ് ഇപ്പോൾ വരാനുള്ള കാരണം? അല്ല, അവിടുന്ന് ഒരു മോഹിനി രൂപെടുത്തു എന്നൊക്കെ നാരദ മഹർഷി പറയണ്ടായി. ഒന്ന് കാണാമെന്ന് വിചാരിച്ചട്ടാ. അയ്യേ, അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾക്ക് കാണാനൊന്നുമില്ല. അങ്ങ് ആരാണ്? കാമാരിയായിട്ടുള്ള ആളാണ്. അങ്ങേക്കൊക്കെ കാണാനുള്ള വേഷമൊന്നുമില്ല. അതാ സുരന്മാരെ പറ്റിക്കാൻ ഒരു വേഷം കെട്ട് കാണിച്ചതല്ലേ ഞാൻ. എൻ്റെ ഈ കേശഭാരം ഒന്ന് അഴിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പീലിത്തിനുമുടി എടുത്ത് മാറ്റി വെച്ചു. അല്ലാണ്ട് ഇപ്പം എനിക്ക് എന്താ ചെയ്യാനുള്ളത്? ഇങ്ങനെ കഴുത്തി കിടക്കണം നിവീതം എടുത്തൊന്ന് ചുറ്റിക്കെട്ടി, ഇത്രേ ഉണ്ടായുള്ളൂ, വേറൊന്നും ഉണ്ടായില്ല. അവരതിൽ മോഹിച്ചു പോയെന്ന് മാത്രം. അങ്ങനെ മോഹിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ മോഹിച്ചല്ല, എന്നാലും ഒന്നുകൂടി ആ വേഷം ഒന്ന് കാണാനൊരു മോഹം. ഗുരുവായൂരപ്പൻ എന്ത് വേഷം കെട്ടിയാലും അത് കാണാൻ അതിനൊരു ഭാഗ്യം വേണം ഉണ്ടേ. അത് ഇല്ലാതെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഗുരുവായൂരപ്പ ആ വേഷം ഒന്ന് കാണിച്ചു തരുമോ എനിക്ക് എന്നിട്ട് ചോദിക്കേണ്ട താമസം. എന്നാൽ ഇരിക്കും, ഞാൻ വേഷം കെട്ടി നോക്കട്ടെ. സാരി ഉടുക്കാനൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല, എന്നാലും മഹാലക്ഷ്മിയാണ് ഇതൊക്കെ ഒന്ന് ഉടുപ്പിച്ച് തരാറ് പതിവ്. മഹാലക്ഷ്മി ഇപ്പോൾ ഇവിടെ ഇല്ലേനും, അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നുള്ള മട്ടില് അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ? തതോ ദദർശൂപവനേ വരശ്രിയം വിചിത്ര പുഷ്പാരുണ പല്ലവദ്രുമേ വിക്രീഡതിം കന്തുകലീലയാലസൽ ദുകൂല പര്യസ്തനിതംബമേഖലാം. ദൂരെ ആ മനോഹരമായിരിക്കുന്ന നൈശ്രേയസം എന്ന ഉദ്യാനത്തില് പന്തടിച്ച് കളിക്കുന്ന ഒരു യുവതിയെ കണ്ടു. ഭഗവാന്റെ കണ്ണിൽ കെട്ട ഒരു കരടായി മാറി. ഇതേതാ ഈ പെൺകുട്ടി എന്നുള്ള മട്ടിലായി. കണ്ടു എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി കഷ്ടപ്പാടാണെങ്കിൽ എന്താ, അങ്ങനെ പന്തടിക്കുന്ന രണ്ട് കൈ കൊണ്ട് അതിനിടയ്ക്ക് തലമുടി അഴിഞ്ഞു പോകും. അത് വാരി കെട്ടണം, അതിനിടയ്ക്ക് പന്തടിക്കണം, അതിനിടയ്ക്ക് സാരി ഉടുക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അത് അഴിഞ്ഞു പോകും. നമ്മളെപ്പോലെ പിന്നൂടുത്തുന്ന കലാപരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് അഴിഞ്ഞു പോകും. അപ്പം എന്തായി, അത് ഒരു മാടി കുർത്തണം, അതിൻ്റെ ഇടയിൽ പന്തടിക്കണം. എന്തൊരു കഷ്ടപ്പാടാ. ഭഗവാൻ ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നി. എന്നൊന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ചോട്ടെ, പോരെ, നല്ല കാര്യമായി മാറി. മഹാദേവ
മഹാദേവൻ ദാ പിന്നാലെ അങ്ങോട്ട് പോയാൽ മതി. ആത്മാനമന്തികൗമാം സ്വഗംശവേദ. ഭഗവാൻ തൻ്റെ കൂടെയുള്ള പാർവതിയും ഗണപതിയും ഭൂതഗണങ്ങളെയൊക്കെ മറന്നു എന്നാണ്. ഗുരുവായൂരപ്പനെ കണ്ട അങ്ങനെയാണ് അല്ലെ. നമ്മുടെ കൂടെ വരുന്നവരെയൊക്കെ നമ്മൾ മറന്നു പോകില്ലേ? ആ സച്ചിദാനന്ദം അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാം മറന്നു പോണു നമ്മൾ. അതാണ് ആ സച്ചിദാനന്ദ കട്ടയുടെ ഒരു പ്രത്യേകത. നമ്മളെ ആകർഷിക്കണോണ്ടല്ലേ കർഷദീതി കൃഷ്ണ എന്ന് പറയാനുള്ള കാരണം. എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവ്. അപ്പൊ നമ്മൾ കൂടെ വരുന്നവരെയും സകലതും മറന്നു പോണു ആ ഭഗവാന്റെ സന്നിധാനത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ. അതേപോലെ മഹാദേവൻ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് കണ്ടപ്പോ സകലതും മറന്ന് ആ മോഹിനി രൂപത്തിന്റെ പിന്നാലെ, എല്ലാവരും മോഹിപ്പിക്കുന്ന രൂപത്തിന്റെ പിന്നാലെ കുറേ ഓടി 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 ഏകാന്തമായപ്പോ എന്തായി? തൻ്റെ കരവലയത്തിലാക്കി അങ്ങോട്ട് മാറ്റിയോടുകൂടി ദാ ആ ശങ്കരനാരായണ മൂർത്തിയായിട്ട് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. കാമാരിയായിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ ഓടേണ്ട ആവശ്യമുണ്ടോ? ഓടിയതല്ല ഭഗവാൻ. തൻ്റെ ആത്മസ്വരൂപത്തിനെ, ഈ ലോകത്തിനെ മുഴുവനും മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മസ്വരൂപത്തിനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന തനിക്ക് അതിനെ കാണാൻ ഒരു മോഹം. അതാണത്രേ ആ മോഹം. ആ മായാരൂപത്തിനെ ഇപ്പതാ കണ്ടെത്തി അതിനെ സ്വന്തമാക്കി ഭഗവാൻ. ഞാൻ തന്നെയാണ് അത് എന്ന് ബോധ്യപ്പെട്ടു. ശരിക്കു പറഞ്ഞാൽ നല്ലൊരു അദ്വൈത ഭാവന ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാനും മഹാദേവനൊന്നില്ല, ഞാൻ തന്നെയാണ് മഹാദേവൻ. അഹം ബ്രഹ്മാച്ച സർവശ്ച ജഗത കാരണം പരം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അഹം ധ്യായാമി തേ വിഷ്ണു. മഹാദേവൻ പറഞ്ഞു, ഞാൻ ധ്യാനിക്കുന്നത് ആരെയാണ്? അഹം ധ്യായാമി തേ വിഷ്ണു. ഞാൻ വിഷ്ണുവിനെ ധ്യാനിക്കണു. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുവച്ച ഹൃദയം ശിവ. ശിവന്റെ ഹൃദയത്തില് വിഷ്ണുവും വിഷ്ണുവിന്റെ ഹൃദയത്തില് സദാശിവനുമാണ്. അപ്പൊ പരസ്പരം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് ആ ആത്മസ്വരൂപത്തിനെ കണ്ടെത്തി. ആത്മസ്വരൂപത്തിൽ ലയം വന്നതാണ് ശങ്കരനാരായണ മൂർത്തി എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, നമ്മൾ ഭൗതികമായിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും? ബുദ്ധിയാണ് ശിവൻ, മനസ്സാണ് ഗുരുവായൂരപ്പൻ അല്ലെ. മനസ്സ് എന്ത് ചെയ്യണു? മനസ്സാണ് പല പല രൂപം എടുക്കുന്നത്. ആരാണ്? മനസ്സാണ്. അതുകൊണ്ടാണ് അനന്ത അവതാരങ്ങളാ ഭഗവാൻ എടുക്കുക അല്ലെ. മനസ്സ് അവതാരങ്ങൾ ഭഗവാനാണ്. ബുദ്ധി എന്താണ്? അത് നിശ്ചയമാണ്. ഭഗവാൻ മഹാദേവൻ അങ്ങനെ അവതാരങ്ങളൊന്നുമില്ല. 100 അവതാരമൊക്കെ ശിവപുരാണത്തിൽ പറയണ്ടെങ്കിലും ഇതേപോലെ മനോഹരമായിരിക്കുന്ന വേഷം കെട്ടുകളൊന്നുമില്ല. ഇങ്ങനെ പുലിയും കടുവയായിട്ടൊന്നും പന്നിയായിട്ടൊന്നും ആരും അവതരിക്കണില്ല. മഹാദേവൻ അങ്ങനെ ബുദ്ധിയുടെ ആളാണ്. മനസ്സും ബുദ്ധിയും ചേർന്നാൽ എന്തായിരിക്കും? അപ്പോഴാണ് ജ്ഞാനം പ്രകാശിക്കുക അല്ലെ. അതാണ് മറ്റയാൾ ഇങ്ങനെ ഇരിക്കുക, മൂക്കിപ്പിടി വലിക്കണ പോലെ ഇരിക്കണില്ല ഒരാളവിടെ. നാളെ തുടങ്ങിയ കലാപരിപാടി. അപ്പോൾ അദ്ദേഹം വരാനുള്ള കാരണം എന്താണ്? ബുദ്ധിയും മനസ്സും കൂടി കൂടുമ്പോഴാണ് ജ്ഞാനം പ്രകാശിക്കുക അല്ലെ. ചിന്മുദ്രയാകുന്ന ആ ജ്ഞാനം പ്രകാശിക്കണമെങ്കിൽ അപ്പോൾ ഇത് രണ്ടും ചേരാതെ കൊണ്ട് നമുക്ക് ഒരു കാര്യം നടക്കില്ല എന്നർത്ഥം. അപ്പോൾ അയ്യപ്പനെ മറ്റൊന്നായിട്ട് കാണാൻ പാടില്ല, മോഹിനിപുത്രനായിട്ടല്ല കാണാൻ. പിന്നെയോ ഭഗവാൻ ബുദ്ധിയും മനസ്സും കൂടി ചേരുന്ന ജ്ഞാനമാണ്. അത് തന്നെയാണ് മുരുകനും. ഒരു വ്യത്യാസമില്ല. മുരുകൻ എന്താ വ്യത്യാസം? അത് മഹാദേവൻ തന്നെയാണ് മുരുകൻ. അതിൽ യാതൊരു വ്യത്യാസമില്ല. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇപ്പോൾ പറയാൻ പോയാൽ ശരിയാവില്ല, കഴിഞ്ഞ സമയം നമ്മളെ. അപ്പോൾ അത്രയും മനോഹരമായിരിക്കുന്ന ആ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഇനി വാമനാവതാരത്തിലേക്കൊക്കെ കിടക്കുകയാണ് നമുക്ക്.